ഹലോ മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അടിപൊളിയായിട്ട് പഠിച്ചതാണ്. ഇനി ആ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് മിസ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ പോകുന്നതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കള് ഈ ക്വസ്റ്റ്യൻസ് നോക്കാതെ ഒരിക്കലും എക്സാമിന് പോകരുത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടണിയിൽ ആകെ 5 ചാപ്റ്റർ അല്ലേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററും ഏറ്റവും വെയിറ്റേജ് കൂടിയതുമായിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ ആണ് ഇത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പൊ ആർക്കും സ്കിപ്പ് ചെയ്ത് പോകാൻ ചാൻസേ ഇല്ലാത്ത ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഏതൊക്കെ പോർഷൻസ് ആണ് ഇനിയും പഠിക്കേണ്ടത് ഡൗട്ട് ഉള്ള കുഞ്ഞുങ്ങള് ഇപ്പൊ മിസ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഈ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ ചോദിക്കുക. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും മിസ് പറയുന്നില്ല. കമ്പൽസറി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് നോക്കാതെ ആരും എക്സാമിന് പോകരുത് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക് അല്ലെ. അതായത് നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ആ റിലേഷൻ വെച്ചിട്ട് രണ്ടാമത്തെ പോർഷൻ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുക? ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാവണം എന്താണ് ഒന്നാമത്തെ റിലേഷൻ എന്ന് മനസ്സിലാവണം അല്ലെ. എന്താണ് ഇൻഡൈൻ എന്ന് പറഞ്ഞിട്ട് സെല്ലുലോസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നിട്ട് എക്സൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് ആണ് തന്നിരിക്കുന്നത്. എവിടെയല്ലടാ? നമ്മുടെ പോളൻ ഗ്രെയിൻ അല്ലെ. നമ്മുടെ പോളൻ ഗ്രെയിൻ എങ്ങനെയാ പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്. ഈ പോളൻ ഗ്രെയിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ മിസ് പഠിപ്പിച്ചു തന്നിരുന്നു. 2 ലെയേഴ്സ് അല്ലെ. ഔട്ടർ എക്സൈൻ, ഇന്നർ ഇൻഡൈൻ അല്ലെ. ഈ ഔട്ടർ എക്സൈനും ഔട്ടർ ഇൻഡൈനും 2 ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഈ ഇന്നർ ആയിട്ടുള്ള ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ്. ഇവിടെ സെല്ലുലോസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് റിലേഷൻ? ഇൻഡൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പോറോപൊളനിൻ. എന്തുകൊണ്ടാ മക്കളെ? സ്പോറോപൊളനിൻ. ഓക്കെ, സ്പോറോപൊളനിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് നമ്മുടെ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് മനസ്സിലാക്കി പോവുക. 1 മാർക്കിന് ചോദിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് പഠിച്ചു? എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളനിൻ കൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒന്ന് വായിച്ചേ. വിച്ച് എമംഗ് ദ ഫോളോവിംഗ് ഈസ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് ആൻജിയോസ്പെർം? എന്താണ് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്? അതായത് ആൻജിയോസ്പെർമിലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം അല്ലെ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ന്യൂസെലസ്, മെഗാസ്പോർ, എംബ്രിയോസാക്ക്, പോളൻ ഗ്രെയിൻ. ഏതാണ്? നിങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച പോർഷനാണ്. ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഗാമറ്റോഫൈറ്റ്? പറഞ്ഞു, എന്താ ഗാമറ്റോഫൈറ്റ്? അതായത് ഗാമേറ്റ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? അതായത് ഗാമേറ്റ് എവിടെയാണ് ഇരിക്കുന്നത് ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമേറ്റ് ഏതാ? എഗ്. അപ്പൊ എഗ് ഇരിക്കുന്നത് എവിടെയാണോ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയാ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാ. മനസ്സിലായോ? ഓക്കെ ആണോ? അതല്ലേ. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഓപ്ഷൻ എന്ന്. ന്യൂസെലസ് ആണോ? അല്ല അല്ലെ. ന്യൂസെലസ് അല്ല. അപ്പൊ ന്യൂസെലസ് അല്ല. മെഗാസ്പോർ ആണോ? അല്ല. പിന്നുള്ളത് ആരാ? എംബ്രിയോസാക്ക്. എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ നമ്മൾ ഒരുപാട് വരച്ച് നമുക്ക് കൈക്ക് തഴമ്പിച്ചതാണ് അല്ലെ. എംബ്രിയോസാക്കിന്റെ ഉള്ളിലാണ് നമ്മുടെ എഗ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ എംബ്രിയോസാക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയാ. ഓക്കെ അല്ലേ. അപ്പൊ എംബ്രിയോസാക്ക് ആണ് എന്തിന് ആൻസർ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന് ആൻസർ. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ വരാം. മെയിൽ ഗാമറ്റോഫൈറ്റ് ഏതാന്ന് ചോദിക്കാം. അതായത് മെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത് എന്തിന്റെ ഉള്ളിലാണെന്ന് ചോദിക്കാം. എന്തിന്റെ ഉള്ളിലാണ് മെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത്? പോളൻ ഗ്രെയിന്റെ ഉള്ളിൽ അല്ലെ. അപ്പൊ 2 രീതിയിൽ ചോദിക്കാം. മെയിൽ ഗാമറ്റോഫൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ എന്ന് പറയണം. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബ്രിയോസാക്കും പറയണം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് വരാം. മിസ് പറയാം, നിങ്ങളുടെ ഫൈനൽ എക്സാമിന് അല്ലെങ്കിൽ ഏത് എക്സാം ആണോ നിങ്ങൾ എഴുതാൻ പോകുന്നത്, ക്രിസ്മസ് ആവട്ടെ, ഓണം ആവട്ടെ, മോഡൽ ആവട്ടെ, ഫൈനൽ എക്സാം ആകട്ടെ, ഏതും ആക്കട്ടെ,
എല്ലാ എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫിഗേഴ്സ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് മിസ് ഉറപ്പ് തരാം. അപ്പോൾ ഇനി നമ്മളൊരു 5-6 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫിഗേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഫിഗേഴ്സ് നോക്കാതെ ആരും എക്സാമിന് പോയിട്ട് കാര്യമില്ല, ഇവിടെ നിന്നായിരിക്കും ഫിഗേഴ്സ് വരാം. നോക്കാം, നമുക്ക് ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സ്ലൈഡിലേക്ക് നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ? Copy the picture given below and mark the following. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതിന് വരച്ചിരിക്കുന്ന ഫിഗർ നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് അവർ കുറച്ച് ടേംസ് തന്നിട്ടുണ്ട്. ഇവരൊക്കെ ഈ ഫിഗറിൽ എവിടെയാണോ ഉള്ളത് എന്ന് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുക? മാർക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഫിഗർ വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇതെന്താ? ഈ ഫിഗർ എന്താ സാധനം? ആദ്യം അത് മനസ്സിലാക്കുക. എന്താ ഇത്? ഒവ്യൂൾ. ഇതെന്താ? ഒവ്യൂൾ ആണ്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ. ഒവ്യൂളിന്റെ ഓരോ പോർഷൻസും ആദ്യം തന്നെ ഒവ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് 2 ലെയേഴ്സ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു തന്നിരുന്നു ഇല്ലേ? ഏതൊക്കെയായിരുന്നു? ഔട്ടർ ഇന്റഗുമെന്റും ഇന്നർ ഇന്റഗുമെന്റും അല്ലേ? നോക്കിയടാ, ഇവനെ കവർ ചെയ്തുകൊണ്ട് ഇവിടെ കണ്ട 2 ലെയേഴ്സ് കണ്ടോ? ഇതാണ് എന്ത്? ഇന്റഗുമെന്റ്സ്. എന്താണ് മക്കളെ? ഇന്റഗുമെന്റ്സ്. അപ്പൊ അത് ആദ്യം അടയാളപ്പെടുത്തി വെക്കാം. ഇന്റഗുമെന്റ്സ്. ഇനി നോക്കിയടാ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ? ഇന്റഗുമെന്റ് ഇല്ലാത്ത ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് മൈക്രോഫൈലാർ റീജിയൻ. ഇനി മൈക്രോഫൈലാർ റീജിയന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ റീജിയൻ കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? ചലാസൽ റീജിയൻ അല്ലെങ്കിൽ ചലാസൽ പോള് എന്നൊക്കെ പറയാട്ടോ. ചലാസ നേടിയാൽ മാർക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേടാ എല്ലാവരും. ഇതിന്റെ ഉള്ളിൽ ഒരു മുട്ട പോലെ ഒരാൾ ഇരിക്കുന്ന കണ്ടോ? അതാണ് നമ്മുടെ എന്താ? എംബ്രിയോ സാക്ക്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്തില്ലേ? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയിട്ടുള്ള നമ്മുടെ എംബ്രിയോ സാക്ക് ആണ് ഇത്. ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എംബ്രിയോ സാക്ക്. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ എഗ് ഇരിക്കുന്നത് കേട്ടോ. ഇനി എംബ്രിയോ സാക്കിന് ചുറ്റും ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. എന്താ വിളിക്കുക മക്കളെ? ന്യൂസെല്ലസ്. ഓക്കെ, ഇനി ഈ ഒവ്യൂള് ഓവറിയുടെ ഉള്ളിലല്ലേ ഇരിക്കുന്നേ അല്ലെ? ഓവറിയുടെ ഉള്ളിലാണ് നമ്മുടെ ഒവ്യൂൾ ഇരിക്കുന്നത്. ഈ ഒവ്യൂള് ഓവറിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തണ്ട് പോലെ, ഒരു സ്റ്റെമ്മ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. എന്താ വിളിക്കുക മക്കളെ? ഫ്യൂണിക്കിൾ. നമ്മുടെ ഒവ്യൂള് ഓവറിയുമായിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഓവറിയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലാണ് നമ്മുടെ പ്ലാസെന്റ. ഈ പ്ലാസെന്റയുമായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള സ്റ്റെമ്മ് പോലെ, ഇങ്ങനെ തണ്ട് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫ്യൂണിക്കിൾ എന്ന് പറയാം. ഇനി ഫ്യൂണിക്കിളിന് തൊട്ട് താഴെ ഈ ഫ്യൂണിക്കിളും ഒവ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഹൈലം. എന്താ വിളിക്കുക മക്കളെ? ഹൈലം. ഫ്യൂണിക്കിളും ഒവ്യൂളും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ ഹൈലം എന്നും ആ തണ്ട് പോലെയുള്ള സ്ട്രക്ചറിനെ ഫ്യൂണിക്കിൾ എന്നും പറയും. ഇതാണ് നമ്മുടെ ഒവ്യൂളിന്റെ ഫിഗർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ് അല്ലെങ്കിൽ ഫിഗർ ആണ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താണ്? ചലാസ, മൈക്രോഫൈലാർ റീജിയൻ, ഇന്റഗുമെന്റ്സ്, എംബ്രിയോ സാക്ക്, ഹൈലം, ഫ്യൂണിക്കിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫിഗർ എല്ലാവർക്കും ഓക്കെ ആയല്ലോ? ഈ ഫിഗറിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇനി ഈ ഫിഗറിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയരുത്. ഇത് നമ്മുടെ ഒവ്യൂളിന്റെ ഫിഗർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഫിഗറിലേക്ക് പോവാം. യെസ്, അടുത്ത ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിഗർ ആണ് കേട്ടോ. ഇതെന്താ സാധനം? എന്താ? ഡൈക്കോട്ട് എംബ്രിയോ. നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോ ആണ്. ഇത് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്. ഡൈക്കോട്ട് എംബ്രിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൈക്കോട്ട് എംബ്രിയോയുടെ ഫിഗറിൽ നമ്മൾ ആദ്യം തന്നെ വരക്കാൻ പഠിക്കണം. എന്നാലും നമുക്ക് അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ നമുക്ക് അറിയുള്ളൂ. നമ്മൾ എപ്പോഴും ഒന്ന് വരച്ചു നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അടയാളപ്പെടുത്താൻ നമ്മൾ പഠിക്കില്ല. നോക്കിയടാ, ഇതാണ് നമ്മുടെ എന്ത്? ഡൈക്കോട്ട് എംബ്രിയോ. ഓക്കെ, ഇനി ഡൈക്കോട്ട് എംബ്രിയോയിൽ മിസ് കാണിച്ചു തരാം. നോക്കിയടാ, ഈ 2 ഹാങ് ചെയ്ത് കിടക്കുന്ന 2 ആൾക്കാരെ കണ്ടോ? ദിവനും ദിവനും. ഇവരെ വിളിക്കുന്ന പേരെന്താ? എന്താ? കോട്ടിലിഡൻസ്. എന്താ വിളിക്കുക? കോട്ടിലിഡൻ. ഡൈക്കോട്ട് അല്ലേ? അപ്പൊ 2 കോട്ടിലിഡൻ ഉണ്ട്. 2 പേര്. ഓക്കെ, ഇനി ഇവനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, ഇനി എംബ്രിയോണൽ ആക്സിസിൽ നമ്മുടെ കോട്ടിലിഡൻസിന് മുകളിലുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. എന്താ വിളിക്കുക മക്കളെ? എപ്പികോട്ടൈൽ. ഓക്കെ, അതായത് എംബ്രിയോണൽ ആക്സിസ് ആണ്. ഇവിടെയാണ് നമ്മുടെ 2 കോട്ടിലിഡൻസ് വരുന്നത്. അതിന് മുകളിലുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് എപ്പികോട്ടൈൽ. ഇനി എംബ്രിയോണൽ ആക്സിസിൽ നമ്മുടെ കോട്ടിലിഡന് താഴെയുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോകോട്ടൈൽ. ഓക്കെ അല്ലേ? ഇനി ഈ എംബ്രിയോ നല്ല ചെടി ഉണ്ടാവുന്നത്. അപ്പൊ ചെടിക്ക് എന്തൊക്കെയുണ്ട്? സ്റ്റെം ഉണ്ടാകും,
എന്തുണ്ടാവും? റൂട്ട് ഉണ്ടാവും. അപ്പൊ സ്റ്റെം ഉണ്ടായി വരുന്ന റീജിയനെ വിളിക്കുന്ന പേര് ഈ റീജിയൻ. ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് പ്ലൂമ്യൂൾ. എംബ്രിയോടെ ഈ ഭാഗത്ത് നിന്നാണ് എന്തുണ്ടാവുക? സ്റ്റെം ഉണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്ലൂമ്യൂൾ. ഇനി നോക്കിയടാ, റൂട്ടില്ലേ, റൂട്ട് ഉണ്ടായി വരുന്ന ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് റാഡിക്കിൾ. എന്താ വിളിക്കുക മക്കളെ? റാഡിക്കിൾ. നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ റാഡിക്കിൾ അതായത് റൂട്ടിന് ചുറ്റും എന്തുണ്ട്? ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ട്, റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. അതിവിടെയുണ്ട്. നമ്മുടെ റാഡിക്കിളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? റൂട്ട് ക്യാപ്പ്. ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോയുടെ ഫിഗർ. പഠിച്ചോ മക്കളെ? ഇനി ഫിഗർ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കി. ഏതാ സാധനം? ഈ ഫിഗറിൽ നോക്കിയിട്ട് പറഞ്ഞേ. പ്ലൂമ്യൂൾ. ഏതാണ് മക്കളെ? പ്ലൂമ്യൂൾ. ഇനി ഇതെന്താ സാധനം? കോട്ടിലിഡൻ അല്ലേ? ബി കോട്ടിലിഡൻ അല്ലേ? കോട്ടിലിഡൻ. സി ഏതാ? സി എന്താ സാധനം? ഹൈപ്പോകോട്ടൈൽ അല്ലേ? അതായത് ശ്രദ്ധിച്ചേടാ, ഇതിനെ മൊത്തം, അതായത് ഈ ഒരു ആക്സ്, ഈ ഒരു ഫിഗറിനെ മൊത്തം പറയുന്നത് പേരാണ് എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, അതിന് താഴെയുള്ള ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹൈപ്പോകോട്ടൈൽ. മുകളിലുള്ള റീജിയന് എപ്പികോട്ടൈൽ. ഓക്കെ, അപ്പൊ ഇതിനെ മൊത്തം പറയുന്ന പേരാണ് എംബ്രിയോണൽ ആക്സിസ്. മുകളിലുള്ളത് എപ്പികോട്ടിലും താഴെയുള്ളത് ഹൈപ്പോകോട്ടിലും. അപ്പൊ താഴെയുള്ളതല്ലേ ഇവിടെ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇതെന്താ? ഹൈപ്പോകോട്ടൈൽ. ഇനി ഇതെന്താ സാധനം? ഡി റാഡിക്കിൾ. സിമ്പിൾ അല്ലേ? റാഡിക്കിൾ. ഇത് റൂട്ട് ക്യാപ്പ്. നമ്മളോട് പറഞ്ഞിട്ടില്ല അടയാളപ്പെടുത്താൻ. അപ്പൊ പഠിച്ചല്ലോ, ഡൈക്കോട്ട് എംബ്രിയോയുടെ ഫിഗർ എല്ലാവരും പഠിച്ചല്ലോ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ പോവരുത്. നമ്മുടെ ഇവിടുത്തെ എക്സാമിന് മിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അടുത്തത് ഇതെന്താ സാധനം? പൂമ്പാറ്റയാണോ? അല്ല. നിങ്ങൾക്കിത് പ്രാക്ടിക്കൽ എക്സാമിന് വരാറുണ്ട് അല്ലെ? ആന്തറിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു തുമ്പി പോലെ, ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന ഫിഗർ ആണ് അല്ലെ? ഇതില് എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയഗ്രം ഗിവൺ ബിലോ ഷോസ് ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഒരു ആന്തറിനെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നതാണ് അല്ലെ? അതിന് സെക്ഷൻ എടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതിൽ നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയടാ, ഒരു ആന്തറിനെ കവർ ചെയ്തുകൊണ്ട്, ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കവർ ചെയ്തുകൊണ്ട് 4 ലെയേഴ്സ് ആണുള്ളത് അല്ലെ? ഔട്ടർ ഏതാ? ഏറ്റവും പുറത്തെടുക്കുന്നത് ഏതാ? എപ്പിഡെർമിസ് അല്ലെ? എപ്പിഡെർമിസ് ആണ് ഇതിന്റെ ഏറ്റവും പുറത്ത് കിടക്കുന്നത്. ഇനി അതിന്റെ ഉള്ളിലുള്ള ഈ ലെയറിനെ വിളിക്കുന്ന പേരെന്താ? എൻഡോതീഷ്യം. എന്താ വിളിക്കുക മക്കളെ? എൻഡോതീഷ്യം. ഇനി അതിന്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ട്. അതേതാ മക്കളെ? മിഡിൽ ലെയർ. ഏതാ മക്കളെ? മിഡിൽ ലെയർ. ഇനി 4 ലെയർ ഉണ്ട് മിസ് പറഞ്ഞില്ലേ? 3 ലെയറിലായിട്ടുള്ള ഔട്ടർ എപ്പിഡെർമിസ്, അതിന്റെ ഉള്ളിൽ എൻഡോതീഷ്യം, ഏറ്റവും ഉള്ളിൽ ഏതാ? മിഡിൽ ലെയർ. ഇനി അതിനും ഉള്ളിൽ ഏതാ ഉള്ളത് മക്കളെ? ഏറ്റവും ഉള്ളിലുള്ളത് കണ്ടോ? ഈ ഒരു ലെയർ കണ്ടോ നിങ്ങള്? അതാണ് എന്താ? ടപ്പിറ്റം. അപ്പൊ 4 layers covering a microsporangium അല്ലെങ്കിൽ ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ കിട്ടുക? ഔട്ടർ എപ്പിഡെർമിസ്, അതിന്റെ ഉള്ളിൽ എൻഡോതീഷ്യം, അതിന്റെ ഉള്ളിൽ മിഡിൽ ലെയർ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ളത് ആരാ? ടപ്പിറ്റം. ഓക്കെ അല്ലേ? ഇനി നോക്കിയടാ, ഇവിടെ ഒരാളെ കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഓപ്ഷൻ എ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത് അതാണ്. അത് ഏതാ മക്കളെ? കണക്റ്റീവ്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ച്, ഇതിനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ടെന്ന് മിസ് പറഞ്ഞു തന്നിരുന്നു ക്ലാസ്സിൽ. അതിനെ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാ? സ്പോറോജീനസ് സെൽസ് അഥവാ സ്പോറോജീനസ് ടിഷ്യൂസ്. ഇതാണ് നമ്മുടെ ആന്തറിന്റെ സെക്ഷൻ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 4 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ലെയേഴ്സ്? എപ്പിഡെർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പിറ്റം. ഓക്കെ, ഒരു കണക്റ്റീവ് ഉണ്ട്, പിന്നെ ഒരു എന്താ? സ്പോറോജീനസ് സെൽസ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്. ഇനി ഈ ഒരു ഫിഗറിനെ വിളിക്കുന്ന പേരെന്താ? ടോട്ടൽ എന്താ? മൈക്രോസ്പൊറാഞ്ചിയം. എന്താ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ഫിഗറിലേക്ക് പോവാം നമുക്ക്. അടുത്ത ഫിഗർ എന്താണ് സാധനം? എന്താണ്? എനി ഗസ്? എന്താ ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഫിഗർ ഓഫ് 2-celled pollen grain. ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ. ആൻജിയോസ്പേമിന്റെ പോളൻ ഗ്രെയിൻ ഇതാണ്. എന്നിട്ട് ഈ ഫിഗർ അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ, ഒരു പോളൻ ഗ്രെയിന് 2 ലെയർ ഉണ്ടെന്ന് മിസ് പറഞ്ഞു തന്നിരുന്നു. ഔട്ടർ എക്സൈനും ഇന്നർ ഇൻഡൈനും. അപ്പൊ ഈ പുറത്തുള്ളതാണ് എന്ത്? എക്സൈൻ, അകത്തുള്ളതാണ് എന്ത്? ഇൻഡൈൻ. ഇനി നമ്മളോട് ഈ പോർഷൻ ജനറേറ്റീവ് സെല്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ എന്താണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ലേബൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പോളൻ ഗ്രെയിന് 2 സെൽസ് ഉണ്ടാവും.
ഇനി ഈ രണ്ട് സെൽസും ഒരേ വലിപ്പമാണോ? അല്ല, ഒരാൾ ഭയങ്കര വലുതാണ് അല്ലെ, ഒരാളോ ചെറുതാണ്. ആ വലിയ ആളെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. ചെറിയ ആളാരാ? ജനറേറ്റീവ് സെൽ. ഇത് പഠിക്കാനായിട്ട് മിസ് ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആരെങ്കിലും? അതായത് വലിയ പച്ചക്കറി കടയും ചെറിയ ജനറേറ്റർ കടയും. അതായത് ഇത് പോളൻഗ്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ഒരു വലിയ പച്ചക്കറി വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റും ചെറിയ ജനറേറ്റർ ഒക്കെ വാടക കൊടുക്കുന്ന ഒരു ചെറിയ ജനറേറ്റർ കടയും. അതായത് ജനറേറ്റീവ് സെൽ എപ്പോഴും ചെറുതായിരിക്കും, വെജിറ്റേറ്റീവ് സെൽ എപ്പോഴും എന്തായിരിക്കും? വലുതായിരിക്കും. അതാണ് വലിയ വെജിറ്റബിൾ കട മിസ് പറഞ്ഞത്. ഓക്കെ, ഇത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ലോക്കലായിട്ട് പിടിച്ചാലേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് എ എന്ന് പറയുന്നത്? എന്താ? വെജിറ്റേറ്റീവ് സെൽ. എന്താ മക്കളെ? വെജിറ്റേറ്റീവ് സെൽ. ഓക്കെ, അപ്പോൾ ഒരു പോളൻഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ രണ്ട് സെല്ലുകൾ ഉണ്ടാവും, ലാർജ് വെജിറ്റേറ്റീവ് സെല്ലും സ്മോൾ ജനറേറ്റീവ് സെല്ലും. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ജനറേറ്റീവ് സെൽ ആൻഡ് എ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതാലോ. എന്താണ്? ജനറേറ്റീവ് സെൽ ഈസ് എന്താണ്? സ്മോൾ. ജനറേറ്റീവ് സെൽ എന്താണ്? സ്മോൾ ആണ്. ഓക്കെ, നമ്മുടെ വെജിറ്റേറ്റീവ് സെൽ എന്താ? വെജിറ്റേറ്റീവ് സെൽ ഈസ് ബിഗ് വൺ അല്ലെങ്കിൽ ലാർജ് ആയിരിക്കും. ഫസ്റ്റ് ഡിഫറൻസ്. ഓക്കെ, ഫസ്റ്റ് ഡിഫറൻസ് അതാണ്. അപ്പൊ എന്താണ്? ജനറേറ്റീവ് സെല്ല് സ്മോളും വെജിറ്റേറ്റീവ് സെൽ എന്താണ്? വലുതുമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട്, നമ്മുടെ ജനറേറ്റീവ് സെല്ലിന്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? മെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മെയിൽ ഗാമേറ്റ് ഓഫ് ഫൈറ്റ് ആരാ? പോളൻഗ്രെയിൻ ആണ്. നമ്മുടെ മെയിൽ ഗാമേറ്റ്സ് ഇരിക്കുന്നത് എപ്പോഴും എന്തിന്റെ ഉള്ളിലായിരിക്കും? നമ്മുടെ ജനറേറ്റീവ് സെല്ലിന്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, അപ്പൊ ജനറേറ്റീവ് സെല്ലിന്റെ ഉള്ളിൽ ആരിയ്ക്കും? മെയിൽ ഗാമേറ്റ്സ്. ഓക്കെ, ഇനി അപ്പൊ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്താ? പോളൻ ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? പോളൻ ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? നമ്മുടെ പാം വെജിറ്റേറ്റീവ് സെല്ലാ. അപ്പോ എന്താ? പോളൻ ട്യൂബ് ഉണ്ടാക്കുന്നത് ആരാ? പോളൻ ട്യൂബിന് ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ്. പ്രൊഡ്യൂസ് പോളൻ ട്യൂബ്. ഓക്കെ, അപ്പോ രണ്ട് ഡിഫറൻസ്. ഒരാള് നമ്മുടെ ജനറേറ്റീവ് സെല്ല് സ്മോളും വെജിറ്റേറ്റീവ് സെൽ എന്താണ്? ലാർജുമാണ്. ഇനി ജനറേറ്റീവ് സെല്ലിൽ എന്താ? ബെയർ ടു മെയിൽ ഗാമേറ്റ്സ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? രണ്ട് മെയിൽ ഗാമേറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി വെജിറ്റേറ്റീവ് സെൽ എന്താ ചെയ്യുക? പ്രൊഡ്യൂസ് പോളൻ ട്യൂബ്. അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പോളൻ ട്യൂബിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെന്താ സാധനം? നമ്മൾ നേരത്തെ ഡൈക്കോട്ട് എംബ്രിയോ പഠിച്ചല്ലേ? ഇതാണ് എന്ത്? മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, ഇതാണ് എന്താ? മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട് എംബ്രിയോ പേര് തന്നെ ഉണ്ട്, മോണോ അല്ലേ? അപ്പൊ ഒരെണ്ണം ഉള്ളൂ. എന്താ ഒരെണ്ണം ഉള്ളത്? കോട്ടിലിഡൻ അല്ലെ? നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോയിൽ എന്താ പഠിച്ചത്? ഡൈക്കോട്ട് എംബ്രിയോയിൽ എത്ര കോട്ടിലിഡൻ ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്? 2 കോട്ടിലിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് വിളിച്ചത്? ഡൈക്കോട്ട് എംബ്രിയോ എന്ന് വിളിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോണോകോട്ട് എംബ്രിയോയിൽ എത്ര കോട്ടിലിഡൻസ് ഉണ്ടാകും? ഒരെണ്ണേ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മിസ് ആ ഡിഫറൻസ് പറഞ്ഞു. ഇനി നമുക്ക് ലേബിൾ ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് നമുക്ക് നോക്കാം. ആദ്യം ഈ ഫിഗർ നമുക്ക് ആദ്യം ഇവന്മാരെ ഒന്നും തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. മിസ് ആദ്യം ഫിഗർ ഒന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചേടാ, സാധാരണ നോർമലി ഒരു എംബ്രിയോക്ക് എംബ്രിയോണൽ ആക്സസ് ഉണ്ടാവും, കോട്ടിലിഡൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് കോട്ടിലിഡൻ അടയാളപ്പെടുത്തി തന്നിട്ടില്ല. എടാ, ഇതാണ് ഇവന്റെ എന്ത്? കോട്ടിലിഡൻ. ഇതാണ് ഇതിന്റെ എന്ത്? കോട്ടിലിഡൻ. അതായത് മോണോകോട്ട് അല്ലേ, അപ്പൊ ഒരു കോട്ടിലിഡൻ അല്ലേ ഉണ്ടാവുള്ളൂ. ഇതാണ് അതിന്റെ കോട്ടിലിഡൻ. ഓക്കെ, ഇനി ഗ്രാസ്, അതായത് ഗ്രാസ് ഫാമിലിയിൽ പെടുന്ന ആൾക്കാർക്കാണ് മോണോകോട്ട് എംബ്രിയോ, ഈ ഒരു എംബ്രിയോ ഉണ്ടാവുക. ഗ്രാസ് ഫാമിലിയിൽ ഈ മോണോകോട്ട് ഈ കോട്ടിലിഡൻസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? സ്ക്യൂട്ടെല്ലം. എന്താ വിളിക്കുക? സ്ക്യൂട്ടെല്ലം. അപ്പോൾ കോമൺലി ഗ്രാസ് ഫാമിലിയിലാണ് മോണോകോട്ട് എംബ്രിയോ കാണപ്പെടുക. ഓക്കെ, അപ്പോ ഗ്രാസ് ഫാമിലിയിൽ കാണപ്പെടുന്ന ഇവന്മാരുടെ കോട്ടിലിഡനെ വിളിക്കുന്ന പേരാണ് എന്താ? സ്ക്യൂട്ടെല്ലം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കിയടാ, ഇനി ശ്രദ്ധിച്ചേ. ഈ റീജിയൻ കണ്ടോ? ഈ റീജിയനെ വിളിക്കുന്ന പേരാണ് ഷൂട്ട് എപ്പെക്സ്. എന്താ വിളിക്കുക മക്കളെ? ഷൂട്ട് എപ്പെക്സ്. ഓക്കെ, ഇനി ഷൂട്ട് എപ്പെക്സിന് കവർ ചെയ്തുകൊണ്ട് ഒരു തൊപ്പി പോലെ ഒരു സ്ട്രക്ചർ കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് കോളിയോടൈൽ. എന്താ വിളിക്കുക? കോളിയോടൈൽ. ഇതൊന്നും ഡൈക്കോട്ട് എംബ്രിയോയിൽ ഇല്ല കേട്ടാ. ഈ കോളിയോടൈൽ എന്ന് പറയുന്ന ഫിഗർ സ്ട്രക്ചർ ഒന്നും നമ്മുടെ ഡൈക്കോട്ട് എംബ്രിയോയിൽ ഇല്ല. അപ്പൊ ഷൂട്ട് എപ്പെക്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കോളിയോടൈൽ ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ താഴെ എന്താ റൂട്ട് വരുന്നത്? ഇതിൽ നിന്നാണ് മിസ് പറഞ്ഞു തന്നെ, റാഡിക്കളിൽ നിന്ന്. ഈ റീജിയൻ ആണ് റാഡിക്കൾ.
നമ്മള് ഡൈക്കോട്ട് എംബ്രിയോയിലും പഠിച്ചു, റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, റൂട്ട് ക്യാപ്പ് ഉണ്ട്. ദേ ഇവിടെയും ഒരു ക്യാപ്പ് പോലെ ഒരു ഫിഗർ കണ്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് എന്താ, റൂട്ട് ക്യാപ്പ്. ഓക്കെ, ഇനി ഒരു പോർഷനും കൂടെ എക്സ്ട്രാ ഉണ്ട്, ഡി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതേതാണ് നോക്കിയടാ, ഈ റൂട്ട് ക്യാപ്പിനെയും റാഡിക്കലിനെയും കവർ ചെയ്തുകൊണ്ടുള്ള ഈ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് പോളിയോ റൈസ. എന്താ വിളിക്കുക മക്കളെ, പോളിയോ റൈസ. ഓക്കെ, അപ്പൊ എന്താണ്, പിന്നെ ഇവിടെ ഒരു റീജിയൻ കണ്ടോ, ഒരു കുഞ്ഞൻ കണ്ടോ, അവനെ വിളിക്കുന്ന പേരെന്താ, എപ്പിബ്ലാസ്റ്റ്. എന്താ വിളിക്കുക മക്കളെ, എപ്പിബ്ലാസ്റ്റ്. ഓക്കെ, ഇതാണ് മോണോകോട്ട് എംബ്രിയോയുടെ ഫിഗർ. പഠിക്കണം, വളരെ റെയർ ആയിട്ട് ഈ ഫിഗർ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കഷ്ടകാലത്തിന് ഈ ഫിഗറാണ് വരുന്നതെങ്കിൽ എല്ലാവരും ഡൈക്കോട്ട് എംബ്രിയോ പഠിച്ചിട്ട് പോകും, മോണോകോട്ട് പഠിക്കില്ല. പക്ഷേ ടീച്ചേഴ്സൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കാനൊക്കെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഫിഗർ ഇടും, അപ്പൊ പഠിക്കാതെ പോകരുത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ കോട്ടിലിഡനെ വിളിക്കുന്ന വേറൊരു പേരാണ് സ്ക്യൂട്ടെല്ലം. ഓക്കെ, അത് വൺ വേർഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഷൂട്ടപ്പെക്സ് ഉണ്ട്, ഷൂട്ടപ്പെക്സിന് മുകളിലായിട്ട് കോളിയോപ്റ്റൈൽ ഉണ്ട്. ഇവിടെ ഒരു കുഞ്ഞിന് എപ്പിബ്ലാസ്റ്റ് ഉണ്ട്, ഈ ഒരു കുഞ്ഞു ഭാഗം എപ്പിബ്ലാസ്റ്റ്. ഇതിന് താഴെ റാഡിക്കൽ ഉണ്ട്, റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇവരെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കോളിയോറൈസ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കാതെ ആരും പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ 1 2 3 4 5 ഓക്കെ 5 ഫിഗേഴ്സ് പഠിച്ചു. ഇനി ഈ ഫിഗറും കൂടെ നോക്കാം നമുക്ക്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. എന്താണ് ഈ ഫിഗർ, ഇതെന്ത് സാധനം, നമ്മുടെ എംബ്രിയോസാക്ക് ആണ് അല്ലേ. നമ്മുടെ എഗ് ഇരിക്കുന്ന, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ എംബ്രിയോസാക്ക് ആണ്, നമ്മുടെ ഫീമെയിൽ ഗാമറ്റ് ഓഫ് ഫൈറ്റിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്താണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ, മെച്യൂർ എംബ്രിയോ സാക്ക്, ലേബൽ എ ആൻഡ് ബി. ഓക്കേടാ, ഒരു എംബ്രിയോ സാക്ക് തന്നാൽ ഇതാണ് ഇതിന്റെ മൈക്രോപൈലാർ റീജിയൻ, ഇതാണ് ഇതിന്റെ ചലാസൽ റീജിയൻ. ഓക്കെ, മൈക്രോപൈലാർ റീജിയൻ ഉണ്ട്, ചലാസൽ റീജിയൻ ഉണ്ട്. ഇനി ഈ ചലാസൽ റീജിയനിൽ കാണപ്പെടുന്ന ഈ 3 സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ആന്റിപോഡൽസ്. എന്താ വിളിക്കുക മക്കളെ, ആന്റിപോഡൽസ്. ഓക്കെ, അപ്പൊ ചലാസൽ റീജിയനിൽ കാണപ്പെടുന്ന ഈ 3 സെല്ലുകളെ ചേർത്ത് വിളിക്കുന്ന പേരെന്താണ്, ആന്റിപോഡൽസ്. അപ്പൊ എ കിട്ടി. ഇനി മൈക്രോപൈലാർ റീജിയനിൽ 3 സെല്ലുകൾ ഉണ്ട്, ഒരു എഗ് ഉണ്ട്, അത് ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 2 ആൾക്കാർ കണ്ടോ, ഇവരെ വിളിക്കുന്ന പേരാണ് സിനർജിഡ്സ്. എന്താ വിളിക്കുക മക്കളെ, സിനർജിഡ്സ്. സെന്ററിൽ അവരെ നമ്മളോട് അടയാളപ്പെടുത്താനൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞു തരാം. സെന്ററിലുള്ള ഈ സെല്ലിനെ വിളിക്കുന്ന പേര് സെൻട്രൽ സെൽ എന്നും, ഇവിടെ 2 ന്യൂക്ലിയറുകൾ ഇരിക്കുന്നത് കണ്ടോ, 2 ന്യൂക്ലിയസുകൾ ഇരിക്കുന്നത് കണ്ടോ, ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ, മനസ്സിലായോ മക്കളെ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ന്യൂക്ലിയൈ. ചിലപ്പോ അത് അടയാളപ്പെടുത്താൻ പറഞ്ഞാലോ. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഈ സിനർജിഡിനുള്ളിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിക്കനിങ് കണ്ടോ, ഇതിങ്ങനെ, അതിന് നേരെ എന്താ കൊടുത്തിരിക്കുന്നത്, ഫിലിഫോം അപ്പാരറ്റസ്. എന്താണ് മക്കളെ കൊടുത്തിരിക്കുന്നത്, ഫിലിഫോം അപ്പാരറ്റസ്. ചിലപ്പോൾ അത് നിങ്ങളോട് ലേബൽ ചെയ്യാൻ പറയും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. ഇത് നമ്മുടെ എംബ്രിയോസാക്ക് ആണ്. ചലാസൽ റീജിയനിലെ ആന്റിപോഡൽസ് ഉണ്ടാവും, മൈക്രോപൈലാർ റീജിയനിൽ നമ്മുടെ എഗ്ഗും സിനർജിഡ്സും ഉണ്ടാവും. ഈ എഗ്ഗിനെയും സിനർജിഡ്സിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. എഗ് അപ്പാരറ്റസ്. ചിലപ്പോൾ എക്സാമിന് അങ്ങനെയായിരിക്കും ചോദിക്കുക, എഗ് അപ്പാരറ്റസിലുള്ളത് ആരൊക്കെയാണ് എഗ്ഗും സിനർജിഡ്സ്. ഓക്കെ, സിനർജിഡ്സിനുള്ളിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിക്കനിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫിലിഫോം അപ്പാരറ്റസ്. സെന്ററിലുള്ള 2 ന്യൂക്ലിയസുകളെ വിളിക്കുന്ന പേര് പോളാർ ന്യൂക്ലിയസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫിഗർ ലേബൽ ചെയ്യാൻ പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയടാ, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ആണ് ചോദിക്കുന്നത്. എന്താ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ? ഒന്നുമില്ല, ലീഡിങ് ദ പോളൻ ട്യൂബ് ഇൻടു ദ സൈറ്റോപ്ലാസം ഓഫ് സിനർജിഡ്സ്. അതായത് ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ, നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് പോളൻ ഗ്രെയിൻ വീണു. ഓക്കെ, ഈ പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത് അല്ലേ. അത് മിസ് ഇവിടെ വരച്ചു കാണിച്ചു തരാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇവിടെ നമ്മുടെ എംബ്രിയോസാക്ക് ഇരിക്കുകയാണ്. എംബ്രിയോസാക്കിൽ നമ്മുടെ എഗ് ഉണ്ട്. ഓക്കെ, നമ്മുടെ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണു.
പോളൻ ഗ്രെയിൻ്റെ ഉള്ളിൽ നമ്മുടെ 2 മെയിൽ ഗ്യാമേറ്റുകൾ ഇരിപ്പുണ്ട്. ഇനി നോക്കിയിടാ, ഈ 2 മെയിൽ ഗ്യാമേറ്റ് ഇവിടെ ഇരുന്നാൽ മതിയോ? അല്ല, എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം, എന്നാലേ സൈഗോട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവർ പുറത്തേക്ക് വരണമെങ്കിൽ ഒരു പോളൻ ട്യൂബ്, മിസ് പറഞ്ഞില്ലേ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് പോളൻ ട്യൂബ് പുറത്തേക്ക് വരുമെന്ന്. ഈ പോളൻ ട്യൂബ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങും. ആ പോളൻ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ 2 മെയിൽ ഗ്യാമേറ്റ് എന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങും. എന്തിനാ ഇവർ താഴേക്ക് ഇറങ്ങുന്നേ? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇവർ കറക്റ്റ് എഗ്ഗിന്റെ അടുത്തേക്ക് പോവാതെ വേറെ വല്ല വഴിക്കും പോയാൽ കാര്യം നടക്കുമോ? അല്ല, കറക്റ്റ് എവിടെ എത്തണം? എഗ്ഗിന്റെ അടുത്തേക്ക് എത്തണം. അങ്ങനെ കറക്റ്റ് എഗ്ഗിന്റെ അടുത്തേക്ക് എത്താനായിട്ട് ഈ പോളൻ ട്യൂബിനെ സഹായിക്കുന്നതാണ് ആരാണ്? നമ്മുടെ ഫിലിപ്പോ അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ എഗ്ഗ് ഉണ്ട്, ഇവിടെ നമ്മുടെ സിനർജിറ്റ്സ് ഉണ്ട്, ഈ സിനർജിറ്റ്സിന് അവിടെ നമ്മുടെ ഫില്ലിഫോം ഉണ്ട്. അപ്പോൾ പോളൻ ട്യൂബ് വരുന്നത് അറിയുമ്പോൾ നമ്മുടെ ഫില്ലിഫോം എന്ത് ചെയ്യും? പോളൻ ട്യൂബ് വരുന്നുണ്ട്, ഇതിനെ കറക്റ്റ് ആയിട്ട് എവിടേക്ക് എത്തിക്കും? സിനർജിറ്റിന്റെ ഉള്ളിലേക്ക് എത്തിക്കും. എന്നിട്ട് ആ സിനർജിറ്റിന്റെ ഉള്ളിൽ നിന്ന് അവൻ എഗ്ഗുമായിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും, മെയിൽ ഗ്യാമേറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? ഫിലിഫോം അപ്പാരറ്റസ് നമ്മുടെ പോളൻ ട്യൂബിനെ കറക്റ്റ് ആയിട്ട് എവിടേക്ക് എത്തിക്കും? സൈറ്റോപ്ലാസം ഓഫ് സിനർജിറ്റ്സ്. ആൻഡ് അതിലൊരു മെയിൽ ഗ്യാമേറ്റ് നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ലീഡിങ് the pollen tube into the cytoplasm of synergids. സിനർജിറ്റിന്റെ ഉള്ളിലേക്ക് നമ്മുടെ പോളൻ ട്യൂബിനെ എത്തിക്കും. എന്നിട്ട് ആ പോളൻ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ നമ്മുടെ മെയിൽ ഗ്യാമേറ്റ് എവിടേക്ക് എത്തും? ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ചേർന്ന് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്. ഓക്കെ, ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ഇനി ആരും മറക്കരുത്. ലീഡിങ് ദ പോളൻ ട്യൂബ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് സിനർജിറ്റ്സ്. സിനർജിറ്റിന്റെ ഉള്ളിലേക്ക് എത്തി ആ മെയിൽ ഗ്യാമേറ്റ് കറക്റ്റ് ആയിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട്. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? പക്കയല്ലേ? അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഫിഗേഴ്സ്, ഇത്രയും ഫിഗേഴ്സ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്, 3 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. അതുകൊണ്ടാണ് മിസ് പറയുന്നത്, ഇത്രയും മിസ് കാണിച്ച എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടുത്ത ചോദ്യം, fill in the blank. The portion of embryonal axis above the level of cotyledon in dicot embryo is known as. ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. എന്താണ് ക്വസ്റ്റ്യൻ? The portion above the embryonal axis in the portion above the level of cotyledon in the embryonal axis. എന്താണ്? എംബ്രിയോണൽ ആക്സിസിൽ കോട്ടിലിഡന് മുകളിലുള്ള റീജിയനെ വിളിക്കുന്ന പേരെന്താ? ഓർമ്മയുണ്ടാ? ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായ? ഡൈക്കോട്ട് എംബ്രിയോയിൽ മിസ് പ്രത്യേകം പറഞ്ഞു തരുന്നു. ഡൈക്കോട്ട് എംബ്രിയോയില് കോട്ടിലിഡന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ റീജിയനെ വിളിച്ച പേരെന്താ? ഫിഗർ മിസ് കാണിച്ചു തരാം. എന്താ പേര്? ഈ റീജിയനെ വിളിച്ച പേരെന്താ? എപ്പികോട്ടൽ. കോട്ടിലിഡന് മുകളിലുള്ള റീജിയൻ അതെന്താ? എപ്പികോട്ടൽ. ഇനി ബിലോ ദ കോട്ടിലിഡൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ഹൈപ്പോകോട്ടൽ എന്ന് പറയണം. അപ്പൊ എന്താണ് ആൻസർ? എപ്പികോട്ടൽ. എപ്പികോട്ടൽ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമ്മൾ പഠിച്ചതാണ് ഫിഗറിൽ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അടുത്തത് ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി അല്ലെ? എന്താണ്? എക്സൈൻ, ഔട്ടർ വാൾ ഓഫ് ദ പോളൻ ഗ്രെയിൻ. എക്സൈൻ എന്തുകൊണ്ടാ മിസ് പറഞ്ഞു തന്നിരുന്നു അല്ലെ? അതാണ് നിങ്ങൾ ഫിഗർ പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്ക് മിസ് പറഞ്ഞില്ലേ, ഈ ഫിഗർ നമ്മൾ പഠിച്ചു. ഔട്ടർ ഏതാണെന്നാ മിസ് പറഞ്ഞത്? എക്സൈൻ. ഇന്നർ ഏതാന്നാ മിസ് പറഞ്ഞേ? ഇൻറ്റേൺ. അപ്പൊ ഫിഗർ വരച്ചപ്പോ നമുക്ക് ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനാ പറ്റുന്നത് അല്ലേ? അപ്പൊ ഔട്ടർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ എക്സൈൻ, ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ ഏതാ? ഇൻറ്റൈൻ. ഓക്കെ അല്ലേ? ഇൻറ്റൈൻ. ഓക്കെ, അപ്പൊ 1 മാർക്ക് കിട്ടി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, in some plants residual persistent nucellus can be seen. Name this kind of nucellus and give an example of seed that contain this kind of nucellus. എന്താ ക്വസ്റ്റ്യൻ? ഇത് കണ്ടിട്ട് ആരും കൺഫ്യൂസിങ് ആവണ്ട, വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ന്യൂസെലസ് നമ്മൾ കേട്ടില്ല. എന്താ ന്യൂസെലസ്? ആ ഫിഗറിൽ നമ്മൾ പഠിച്ചു, ഓവ്യൂളിന്റെ ഉള്ളിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ന്യൂസെലസ് എന്ന് പറയാ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ ഈ ന്യൂസെലസ് ചില ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് നമ്മുടെ ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവ്യൂൾ സീഡായിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ചില ചെടികളിൽ നമ്മുടെ ഈ ന്യൂസെലസ് പെരിസ്പേം ആയിട്ട് മാറും. എന്തായിട്ടാ മാറാ മക്കളെ? പെരിസ്പേം.
ഓക്കെ, അപ്പോ ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറുന്നു, ഓവ്യൂള് സീഡ് ആയിട്ട് മാറുന്നു, ഇങ്ങനൊക്കെ മിസ് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ചില ചെടികളില് നമ്മുടെ ന്യൂസെലസ് എന്തായിട്ട് മാറും, പെരിസ്പേം ആയിട്ട് മാറും. എക്സാമ്പിള് നമ്മുടെ പെപ്പർ, കുരുമുളകില്ലേ, നമ്മുടെ കുരുമുളകില് ഈ ഒരു സ്ട്രക്ചർ ഉണ്ട് കേട്ടാ. അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് വർഗ്ഗമൊക്കെ ഇല്ലേ, അതിന്റെ ഉള്ളിലും എന്തുണ്ട്, ഈ ബീറ്റ് എന്ന് പറയുന്ന ഇതിലും എന്തുണ്ട്, നമ്മുടെ ന്യൂസെലസ് എന്തായിട്ട് മാറുന്നു, പെരിസ്പേം ആയിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് അതിന് ആൻസർ, ന്യൂസെലസ് ക്യാൻ ബി സീൻ. നെയിം ദിസ് കൈൻഡ് ഓഫ് ന്യൂസെലസ്. അതിന് എന്താ വിളിക്കുക, പെരിസ്പേം. ഗിവ് എക്സാമ്പിൾ ഓഫ് ദ സീഡ്. ഏതാ എക്സാമ്പിൾ, നമ്മുടെ പെപ്പറും ബീറ്റും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Nature has mechanism to promote outbreeding in plants. Explain any two mechanism existing in plants to promote outbreeding. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എല്ലാവർക്കും പലർക്കും ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലാവില്ല. നമ്മൾ ടോപ്പിക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഒന്നുമില്ലടാ, ഔട്ട്ബ്രീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ ചെടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ എന്താ പഠിച്ചേ, ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ചെടികള്, അതായത് ഒരേ പൂവിൽ നിന്ന് തന്നെ ഇൻബ്രീഡിങ് നടന്നാൽ, സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പം മനുഷ്യന്മാരുടെ കാര്യത്തിൽ തന്നെയാണെങ്കിൽ എന്താണ്, ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഒക്കെ അല്ലെ, എന്തെങ്കിലുമൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. സെയിം തന്നെയാണ് പ്ലാന്റ്സിലും. ഒരേ പൂവിൽ തന്നെ സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ, ഒരേ പൂവില് നമ്മുടെ സ്റ്റേമിനും സ്റ്റിഗ്മയും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ പോളിനേഷൻ നടന്നിട്ട് റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്ലാന്റിൽ ചിലപ്പോൾ ഡിപ്രഷൻസ്, ഇൻബ്രീഡിങ് ഡിപ്രഷൻസ് ഉണ്ടാവാൻ കാരണമുണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ ഔട്ട്ബ്രീഡിങ് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് വേറെ ഒരു ചെടിയിൽ നിന്ന് സെയിം സ്പീഷീസ് ആയിട്ടുള്ള വേറെ പൂക്കൾ തമ്മിൽ പോളിനേഷൻ നടത്താൻ വേണ്ടി, ഔട്ട്ബ്രീഡിങ് നടത്താൻ വേണ്ടിയിട്ട് ചെടികൾ സ്വയം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സെൽഫ് പോളിനേഷനെ തടഞ്ഞ് ഒരു ഔട്ട്ബ്രീഡിങ് നടത്താൻ വേണ്ടിയിട്ട് ചെടികൾ സ്വയം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആ 4 ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആ 4 ഔട്ട്ബ്രീഡിങ് ഡിവൈസസിലെ 2 കാര്യങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 എണ്ണം പഠിച്ചു വെക്കാം. ചിലപ്പോൾ നമ്മളോട് 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് 4 എണ്ണം എഴുതേണ്ടി വരും. സിമ്പിൾ സാധനമാണ്. നോക്കാം നമുക്ക്. Outbreeding devices, adaptation for xenogamy. എന്താ xenogamy? 2 ഡിഫറെന്റ് പ്ലാന്റുകൾ തമ്മിൽ, പ്ലാന്റിലെ 2 ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിൽ എന്ത് നടക്കുക, പോളിനേഷൻ നടത്തുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, xenogamy എന്ന് പറയാം അല്ലെ. അപ്പോൾ ഔട്ട്ബ്രീഡിങ് നടത്താൻ വേണ്ടി ചെടികൾ ചെയ്യുന്ന അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തത് അവോയ്ഡിങ് സിൻക്രണൈസേഷൻ. എന്താ സിൻക്രണൈസേഷൻ? അതായത് 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സിൻക്രണൈസേഷൻ എന്ന് പറയാം. അപ്പൊ അവോയ്ഡിങ് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കാതിരിക്കുക. അതായത് ഇപ്പൊ ശ്രദ്ധിച്ചേടാ, ഇതൊരു ഫ്ലവർ ആണ്. ഈ ഫ്ലവറില് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നിന്ന് പോളൻ ഗ്രെയിൻ എവിടെ വീഴണം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള നമ്മുടെ എവിടെ വീഴണം, സ്റ്റിഗ്മയിൽ വീഴണം. എന്നാലല്ലേ പോളിനേഷൻ നടക്കുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടടാ. അതായത് പോളൻ ഗ്രെയിൻ വീണ് പോളൻ ഗ്രെയിൻ മെച്ചുവർ ആയിട്ടിരിക്കണം, പക്ഷെ സ്റ്റിഗ്മ എന്താവില്ല, മെച്ചുവർ ആവില്ല. അപ്പൊ പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയുടെ മേത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ പോളിനേഷൻ നടക്കോ? ഇല്ല. മെച്ചുവർ ആയാലല്ലേ പോളിനേഷൻ നടക്കുള്ളൂ. ഇനി നേരെ തിരിച്ച് പോളൻ ഗ്രെയിൻ എന്തായില്ല, സ്റ്റിഗ്മ അങ്ങ് മെച്ചുവർ ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ സ്റ്റിഗ്മ മെച്ചുവർ ആയി, പക്ഷെ പോളൻ ഗ്രെയിൻ എന്തായിട്ടില്ല, മെച്ചുവർ ആയിട്ടില്ല. അപ്പൊ വന്ന് വീഴാൻ ആളുണ്ടാവോ? ഇല്ല. അപ്പൊ 2 പേരും മെച്ചുവർ ആവുന്ന സമയം എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സിൻക്രണൈസേഷൻ എന്തില്ല, അവിടെ സിൻക്രണൈസേഷൻ നടക്കുന്നില്ല. 2 കാര്യങ്ങളിൽ 2 പേരും മെച്ചുവർ ആവുന്ന ടൈം ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾ നേരത്തെ മെച്ചുവർ ആവും, അത് കഴിഞ്ഞിട്ടായിരിക്കും ആര് മെച്ചുവർ ആവുക, സ്റ്റിഗ്മ മെച്ചുവർ ആവുക. മനസ്സിലായോ? 2 പേരും ഒരുമിച്ച് മെച്ചുവർ ആയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, പോളിനേഷൻ നടക്കുള്ളൂ. ഇപ്പൊ കറക്റ്റ് നമ്മുടെ പോളൻ ഗ്രെയിൻ മെച്ചുവർ ആയി, അപ്പൊ തന്നെ സ്റ്റിഗ്മയും മെച്ചുവർ ആയി. അപ്പൊ പോളൻ ഗ്രെയിൻ വന്ന് വീണു, അപ്പൊ തന്നെ അവിടെ എന്ത് നടക്കും, പോളിനേഷൻ നടക്കും, സെൽഫ് പോളിനേഷൻ നടക്കും. പക്ഷെ ചെടിക്ക് ഇത് തടയണം. അപ്പൊ ചെടി എന്ത് ചെയ്തു, പോളൻ ഗ്രെയിൻ വേഗം മെച്ചുവർ ആക്കി, അപ്പൊ സ്റ്റിഗ്മ മെച്ചുവർ ആയിട്ടില്ല. അപ്പൊ പോളൻ ഗ്രെയിൻ സ്വീകരിക്കോ? ഇല്ല. ഇനി നേരെ തിരിച്ച് സ്റ്റിഗ്മ വേഗം മെച്ചുവർ ആയി, പക്ഷെ പോളൻ ഗ്രെയിൻ എന്തായിട്ടില്ല, മെച്ചുവർ ആയിട്ടില്ല. അപ്പൊ സ്റ്റിഗ്മക്ക് കിട്ടാനായിട്ട് അവിടെ പോളൻ ഗ്രെയിൻ ഉണ്ടോ? ഇല്ല.
അപ്പോൾ ഇങ്ങനെ അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ വഴി രണ്ടുപേരും ഡിഫറെന്റ് ടൈമിൽ മെച്ചുവർ ആയാൽ എന്താ ഗുണം? അവിടെ സെൽഫ് പോളിനേഷൻ നടക്കില്ല, അല്ലെ? ഔട്ട് ബ്രീഡിങ് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഒന്നാമത്തെ എന്താണ്? അവോയ്ഡിങ് സിങ്ക്രണൈസേഷൻ. രണ്ടാമത്തേത് എന്താ? ആംബർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെന്റ് പൊസിഷൻ. ഇപ്പൊ നോക്കിയടാ, ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ചിലപ്പോ ആംബർ ഇരിക്കുന്നത് ഇങ്ങോട്ട് ഫേസ് ചെയ്തായിരിക്കും. ഓക്കെ, സ്റ്റിഗ്മ ഇരിക്കുന്നത് ചിലപ്പോ ഇങ്ങോട്ട് ഫേസ് ചെയ്തായിരിക്കും. ഓക്കെ, അപ്പൊ ഇവര് തമ്മിൽ പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവല്ലേ? അല്ലെ? രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ പോളിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് രണ്ടാമത്തെ. അങ്ങനെ നടക്കാൻ പാടില്ലല്ലോ, അതല്ലേ ചെടിയുടെ ആവശ്യം, അല്ലെ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. എന്താ സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി? സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്വയം. ഇൻകോമ്പാക്റ്റിബിൾ, ഇഷ്ടമില്ലായ്മ, അതിനോട് ഇഷ്ടമില്ല. അതായത് ശ്രദ്ധിച്ചേടാ, ഇപ്പോ ഇവന്റെ പോളൻ ഗ്രെയിൻ നമ്മുടെ സ്റ്റിഗ്മയിൽ വന്ന് വീണു എന്ന് വിചാരിക്കാം. വീണു, അപ്പൊ ഈ സ്റ്റിഗ്മക്ക് മനസ്സിലാവും ഇതെന്റെ സ്വന്തം പൂവിന്റെ പോളൻ ഗ്രെയിൻ തന്നെയാണ്. ഇവൻ എന്ത് ചെയ്യും? അതിനെ വളരാനായിട്ട് സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഈ പോളൻ ഗ്രെയിൻ ഇവിടെ വന്ന് വീണ് കഴിഞ്ഞാൽ പോളൻ ട്യൂബ് വളർന്നാലേ മെയിൽ ഗ്യാമറ്റ് താഴേക്ക് വീഴുള്ളൂ, അല്ലെ? നമ്മുടെ എഗ്ഗായിട്ട് ഫ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ പോളൻ ട്യൂബ് വളരാനായിട്ട് ആര് സമ്മതിക്കില്ല? സ്റ്റിഗ്മ സമ്മതിക്കില്ല. അപ്പൊ സ്വന്തം പോളൻ ഗ്രെയിൻ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റിഗ്മ എന്ത് ചെയ്യില്ല? പോളൻ ട്യൂബ് വളരാൻ സമ്മതിക്കില്ല. അപ്പൊ അവിടെ പോളിനേഷൻ നടക്കോ? ഇല്ല. അതാണ് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. ഓക്കെ, ലാസ്റ്റ് വൺ വളരെ സിമ്പിൾ ആണ്. പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. എന്താ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്? ഇപ്പൊ നോക്കിയടാ, ഇപ്പൊ മിസ് വരച്ച രണ്ട് ഫ്ലവേഴ്സിൽ എന്തുണ്ട്? സ്റ്റിഗ്മയുണ്ട്, സ്റ്റേമൻ ഉണ്ട്, രണ്ടുണ്ട്. ആണിന്റെ പോർഷൻ ഉണ്ട്, പെണ്ണിന്റെ പോർഷൻ ഉണ്ട്. ഇനി ഈ ചെടികൾ എന്ത് ചെയ്യുന്നറിയോ? ഒന്നല്ലെങ്കിൽ ആൺപൂവിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പെൺപൂവിനെ പ്രൊഡ്യൂസ് ചെയ്യും. രണ്ടുപേരും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടാവില്ല. ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് അവരെന്ത് ചെയ്യില്ല? ശ്രമിക്കില്ല. അവരെന്ത് ചെയ്യും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ നിർമ്മിക്കും. യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ നിർമ്മിച്ചാലുള്ള ഗുണം എന്താ? സെൽഫ് പോളിനേഷൻ നടക്കോ? ഇല്ല. ഒന്നില്ലെങ്കിൽ അത് ആൺപൂവായിരിക്കും, അല്ലെങ്കിൽ അത് പെൺപൂവായിരിക്കും. മനസ്സിലായോ? അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഇത് പഠിക്കാതെ എന്റെ മക്കൾ എക്സാമിന് പോകരുത് കേട്ടോ. സിമ്പിൾ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. In angiosperms, female gametophyte is known as embryo sac. Explain its structure. എന്താ? നമ്മൾ കുറച്ച് നേരത്തെ ഈ എംബ്രിയോ സാക്കിന്റെ ഫിഗർ ഒക്കെ ലേബൽ ചെയ്യാൻ പഠിച്ചതാണല്ലേ. എന്താണ് എംബ്രിയോ സാക്കിന്റെ സ്ട്രക്ചർ? എല്ലാവരും ഒരു വട്ടമെങ്കിലും വരച്ചു നോക്കേണ്ട ഒരു ഫിഗർ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ചലാസൽ റീജിയൻ ആണ് വിചാരിക്കുക. ഇത് നമ്മുടെ മൈക്രോപൈല റീജിയൻ. ഓക്കെ, ചലാസൽ റീജിയനിലുള്ള ആ 3 സെല്ലുകളെ മിസ് പറഞ്ഞ പേരെന്താ? ആന്റിപോഡൽസ്. ഇനി മൈക്രോപൈല റീജിയനില് സെന്ററിലുള്ള ആളെ വിളിച്ച പേരെന്താ? എഗ്. ഇനി അവരുടെ ഇപ്പുറത്തുള്ള രണ്ടാൾക്കാരെ വിളിച്ച പേരെന്താ? ഓർമ്മയുണ്ടോ? സിനർജിറ്റ്സ്. ഓക്കെ, ഇനി എഗ്ഗിനെയും സിനർജിറ്റിനെയും ഒരുമിച്ച് വിളിച്ച പേരെന്താ? എഗ് അപ്പാരറ്റസ്. പഠിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. നമ്മൾ അവിടെ നേരത്തെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചതാണ്. ഓക്കെ, ഇനി നമ്മുടെ സിനർജിറ്റിന്റെ അവിടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തിക്കനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ വിളിച്ച പേരെന്താ? ഫിലിഫോം അപ്പാരറ്റസ്. ഇനി സെന്ററിലുള്ള സെല്ല് നമ്മുടെ സെൻട്രൽ സെല്ല്. ഇനി ഇവിടെ 2 ന്യൂക്ലിയൈ ഉണ്ടെന്ന് മിസ് പറഞ്ഞു. അതിനെ വിളിക്കുന്ന പേരെന്താ? പോളാർ ന്യൂക്ലിയൈ. ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്കിന്റെ ഫിഗർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എംബ്രിയോ സാക്കിന്റെ ഫിഗർ അങ്ങ് വരച്ചു വെക്കാം. എന്താണ്? ചലാസൽ റീജിയൻ ഹാസ് 3 antipodals. Microphylla region consists of 1 egg apparatus. In egg apparatus, there is 1 egg and 2 synergids are present. Inside the synergids, there is a specialized thickening is known as Filiform apparatus, and there is 2 polar nuclei is also present. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എംബ്രിയോ സാക്ക് എന്ന് പറയാം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇത്രയേ ഉള്ളൂ കേട്ടോ അതിന്റെ ഫിഗർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് ഫിഗർ കേട്ടോ, പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ NCERT-യിലുള്ള ഫിഗർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൊണ്ടാണ് കേട്ടോ മിസ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തായാലും ചോദിക്കും. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? തിയറി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റും, അല്ലേടാ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Write the 3 adaptations of insect pollinated flowers. മിസ് 3 തരത്തിലുള്ള പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമ്മൾ 2 തരത്തിലാണ് പറഞ്ഞത്, അബയോട്ടിക്കും ബയോട്ടിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ജീവൻ ഇല്ലാത്തവർ. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ജീവനുള്ളവർ. അബയോട്ടിക്കിൽ തന്നെ 2 ഏജൻസ് ഉണ്ട്. ആരൊക്കെയാ, വാട്ടറും വിൻഡും, കാറ്റും വെള്ളവും. ബയോട്ടിക്കിൽ നമ്മുടെ ഇൻസെക്ട്സ്, ആനിമൽസ് ഒക്കെ. അതിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്. അതായത് ഫ്ലവേഴ്സിൽ നമ്മുടെ ഇൻസെക്ട്സ് ആണ് പോളിനേഷൻ നടത്തുന്നതെങ്കിൽ അവരുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്. ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചു വെക്കാം. സിമ്പിൾ ആണ്. എന്തൊക്കെയാണ്, നല്ല കളർഫുൾ ആയിരിക്കും അല്ലെ, ജീവനുള്ള ആൾക്കാരാണ് പോളിനേറ്റേഴ്സ്. അപ്പോൾ അവർ എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്യാനായിട്ട് ഇവർ എന്ത് ചെയ്യും, നല്ല ഭംഗിയുള്ള, നല്ല കളർഫുൾ ആയിരിക്കും, നല്ല ഫ്രാഗ്രൻസ്, നല്ല മണമായിരിക്കും. ഓക്കെ, പിന്നെ അവർക്ക് കുറച്ച് അവരെ ഒന്ന് വശീകരിക്കാൻ വേണ്ടി കുറച്ച് നെക്ടേഴ്സ്, തേനൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്, കളർഫുൾ ആയിരിക്കും, നെക്ടർ ഉണ്ടാവും, ഫ്രാഗ്രൻസ് ഉണ്ടാവും. ഇനി കുഞ്ഞു കുഞ്ഞു പൂക്കളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പ്രാണികൾക്കും കിളികൾക്കൊക്കെ ഇത് കാണാൻ പറ്റില്ല, കുഞ്ഞു പൂവാണെങ്കിൽ അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കുഞ്ഞു പൂക്കളെ ചേർന്നിട്ട് ഒരു കൊല അങ്ങ് ഉണ്ടാക്കും. ഇപ്പൊ കണിക്കൊന്നൊക്കെ അല്ലേ, എന്താണ് കണിക്കൊന്നയിൽ, ഒരു കണിക്കൊന്നയുടെ ഒരു കൊല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. കാരണം എന്താ, അതായത് ഈ പോളിനേറ്റിംഗ് ഏജൻസ് നമ്മുടെ ഈ കിളികളും എന്താ നമ്മുടെ ബട്ടർഫ്ലൈസും ബീറ്റിൽസും ഹണി ബീസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് കാണാൻ പറ്റണം പൂവിനെ. നേരെ കുഞ്ഞു പൂവാണെങ്കിൽ ഇവർക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവരെ വിസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ഫോം ചെയ്യും, ഇൻഫ്ലോറസെൻസ് ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേനയില്ലേ, ചെടി, വേറെ ഒരു പ്രത്യേകതരം ചെടികളിലൊക്കെ നല്ല മണം തന്നെ ഉണ്ടാക്കണം എന്നില്ല ഇവര്. ചില പ്രാണികൾക്ക് ഈ പൊട്ട മണമായിരിക്കും ഇഷ്ടം, ഫൗൾ ഓർഡർ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ചില പ്രാണികൾ പോളിനേഷൻ നടത്തുന്ന ചെടികൾ എന്തിനെ ഉണ്ടാക്കും, വൃത്തികെട്ട സ്മെല്ല് ഉണ്ടാക്കും. അവരെ അട്രാക്ട് ചെയ്യുന്നത് ആ സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോളൻ ഗ്രെയിൻ സ്റ്റിക്കി ആയിരിക്കും. സ്റ്റിക്കി ആവാൻ കാരണം എന്താ, ഈ പൂമ്പാറ്റയും കിളികളൊക്കെ വന്നിങ്ങനെ പോളിനേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ പോളിനേഷൻ നടത്തുന്ന സമയത്തല്ല, എന്താ തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് ഇവരുടെ മേത്ത് എന്ത് ചെയ്യും, സ്റ്റിക്ക് ചെയ്യണം, ഒട്ടിപ്പിടിക്കണം. എന്നാലേ ഒട്ടിപ്പിടിച്ചിട്ട് വേറെ പൂവിൽ പോയിരിക്കുമ്പോൾ അത് അവിടെ വീഴുള്ളൂ അല്ലേ. അപ്പൊ പോളൻ ഗ്രെയിൻ എപ്പോഴും എന്തായിരിക്കണം, സ്റ്റിക്കി ആയിരിക്കണം. എന്നാലേ ഈ ജീവികളുടെ മേത്ത് ഇത് എന്ത് ചെയ്യുള്ളൂ, ഒട്ടിപ്പിടിക്കുള്ളൂ. ഒട്ടിപ്പിടിച്ചാലേ വേറെ പൂവിൽ ചെന്ന് ഇത് എന്ത് ചെയ്യുള്ളൂ, വീഴുള്ളൂ. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ 4 പോയിന്റ് ഏതൊക്കെയാണ്, ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ, വലുതായിരിക്കും, കളർഫുൾ ആയിരിക്കും, റിച്ച് ഇൻ നെക്ടർ ആയിരിക്കും. The flowers are small, inflorescence make them too visible. ഫ്ലവേഴ്സ് ചെറുതാണെങ്കിൽ എന്ത് സംഭവിക്കും, അത് ചേർന്ന് ഇൻഫ്ലോറസെൻസ്, കൊലകൾ ഉണ്ടാക്കും, എന്നാലേ കാണാൻ പറ്റുള്ളൂ. അടുത്തത്, some flowers that are pollinated by flies and beetles secrete foul odor. എന്ന് പറഞ്ഞാൽ എന്താ, ചില വണ്ടുകളും ബീറ്റിൽസ് ഒക്കെ ആണ് പോളിനേറ്റിംഗ് ഏജൻസ് എങ്കിൽ നമ്മുടെ ചേനപ്പൂവിന്റെ മണം ഭയങ്കര വൃത്തിയിട്ട്, ഈ ഫ്ലഷ് ഒക്കെ ചീഞ്ഞ് അഴുകുന്ന ഒരു മണമില്ല, ആ മണവും കാരണം അവരുടെ പോളിനേറ്റിംഗ് ഏജൻസിന് ആ മണമാണ് ഇഷ്ടം. അപ്പോൾ ചില ചെടികളിൽ ഫൗൾ ഓർഡർ ഉണ്ടാകും. ലാസ്റ്റ് എന്താ, the pollen grains are sticky. അവരെന്തായിരിക്കും, ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കും. ഓക്കെ അല്ലേ, വളരെ സിമ്പിൾ ആണ്. 4 പോയിന്റ്സ് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി വിൻഡ് പോളിനേഷൻ ഈസ് കോമൺ ഇൻ ഗ്രാസസ്. അതായത് കാറ്റാണ് പോളിനേഷൻ നടത്തുന്നത്. അത് കൂടുതലും കാറ്റ് പോളിനേഷൻ നടത്തുന്നത് ഏതിലാണ്, പുല്ലുവർഗ്ഗങ്ങളിലാണ്, ഗ്രാസസിലാണ്. അത് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ഇനി റൈറ്റ് എനി 3 floral features grasses helps in winter pollination. വിൻഡർ പോളിനേഷനിൽ നടത്തുന്ന ചെടികളുടെ ഏതെങ്കിലും ഒരു 3 പെക്യുലാരിറ്റീസ്, ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, വളരെ സിമ്പിൾ ആയ ടോപ്പിക്സ് ആണ്, ക്ലാസ്സിൽ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്താണ്, ദ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസ്. കാരണം കാറ്റത്താണ് പോളൻ ഗ്രെയിൻ പറന്നു പോകുന്നത്. അപ്പോൾ ഒരു 100 എണ്ണം പറന്നു പോയാൽ ഒരു 10 എണ്ണം കറക്റ്റ് സ്ഥലത്ത് വന്ന് വീഴുള്ളൂ അല്ലേ. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, the pollen grains ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആയിരിക്കും. അതായത് കാറ്റത്ത് പറന്ന് പോകണമെങ്കിൽ 10 കിലോ വെയിറ്റ് ഉള്ള പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പറന്ന് പോവോ, ഇല്ല. അപ്പൊ എന്തായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. പിന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കണം. അതായത് പറന്ന് പോകുന്ന സമയത്ത് കാറ്റിന്റെ കൂടെ ഇങ്ങനെ പറന്ന് പോകണം, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരുന്നാൽ നടക്കുമോ, ഇല്ല. അപ്പൊ പോളൻ ഗ്രെയിൻ എന്തായിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അടുത്തത് എന്താ, ദേ ഹാവ് എക്സ്പോസ്ഡ് സ്റ്റിഗ്മ ആൻഡ് ഇറ്റ്സ് ഫെദറി. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റിഗ്മ ഇങ്ങനെ തുറന്നിരിക്കണം അല്ലേ. അതായത് സ്റ്റിഗ്മയിലാണ് പോളൻ ഗ്രെയിൻ വന്ന് വീഴേണ്ടത്. അപ്പൊ ഇങ്ങനെ സ്റ്റിഗ്മ ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ വന്ന് വീഴോ, ഇല്ല. അപ്പൊ സ്റ്റിഗ്മ എപ്പോഴും എന്തായിരിക്കണം, തുറന്നിരിക്കണം. എന്നാൽ മാത്രമേ പോളൻ ഗ്രെയിൻ കറക്റ്റ് ആയിട്ട് വന്ന് വീഴാൻ പറ്റുള്ളൂ. ഇനി ഫെദറി എന്ന് പറയാൻ കാരണം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ ഒരു സോഫ സെറ്റ് ഉണ്ടാവും അല്ലേ,
കുഷ്യൻസ് അല്ലെ, നമുക്ക് എല്ലാവർക്കും വന്നിരിക്കും നമ്മുടെ വിസിറ്റേഴ്സ് റൂമിൽ ഒരു സോഫ സെറ്റ് ഉണ്ടാവും. അവിടെ പോയിട്ട് ഇന്ന് തന്നെ പോയിട്ട് എല്ലാവരും ആ സോഫയിൽ ഇങ്ങനെ തട്ടി നോക്കി. അപ്പൊ ഇതിന് മോളിക്ക് ഇങ്ങനെ പൊടികൾ വീഴുന്ന, മോളിക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ പൊന്നണതാണ് അല്ലെ. അതെന്താ? അതായത് ഈ സോഫ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സോഫ്റ്റ് ഫെദറി മെറ്റീരിയൽ കൊണ്ടാ. ഈ ഫെദറി മെറ്റീരിയൽ ഒരു ഗുണമുണ്ട്, ചുറ്റിനുള്ള പൊടികളെ മൊത്തം അവർ വലിച്ച് അബ്സോർബ് ചെയ്ത് അവരുടെ ഉള്ളിലേക്ക് കയറ്റും. അപ്പൊ നമ്മുടെ സ്റ്റിഗ്മ ഇവിടെ ഫെദറി ആണെന്നാണ് പറയുന്നത്. അതായത് പോളഗ്രീൻ കുഞ്ഞു കുഞ്ഞു തരികളല്ലേ, ഇവരെ ഈ പൊടികളെ വലിച്ച് അവന്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള കഴിവ് ആർക്കുണ്ടാവണം? സ്റ്റിഗ്മയ്ക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് സ്റ്റിഗ്മ എങ്ങനെ ഇരിക്കുന്നത്? ഫെദറി പോലെ ഇരിക്കുന്നത്. മനസ്സിലായോ? അടുത്തത് എന്താ? They possess well exposed stamen. ഇവരുടെ സ്റ്റേമനും എന്തായിരിക്കണം? വെൽ എക്സ്പോസ്ഡ് ആയിരിക്കണം. അതായത് ഇവരുടെ സ്റ്റേമൻ ഇങ്ങനെ എന്താ ക്ലോസ്ഡ് ആയിട്ടിരിക്കണം വിചാരിക്കും. പോളഗ്രീൻ ഇതിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ കാറ്റ് വീശുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പോളഗ്രീൻ എങ്ങനെ ചാടിപ്പോവാൻ പറ്റും? ചാടിപ്പോവാൻ പറ്റില്ല അല്ലേ. അപ്പൊ സ്റ്റേമൻ എപ്പോഴും എങ്ങനെ ഇരിക്കണം? തുറന്നിരിക്കണം. എന്നാലേ കാറ്റ് വീശുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോളഗ്രീൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പുറത്തേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? have a single ovule in each ovary. ഓരോ ഓവറിയിലും ഓരോ ഓവ്യൂളെ ഉണ്ടാവുള്ളൂ. അടുത്ത പോയിന്റ് ഇവിടെയും എന്താണ്? ഫ്ലവേഴ്സ് പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്. ഫ്ലവേഴ്സ് എന്തായിട്ടാ? കൊലകൾ പോലെയാണ്. നമ്മുടെ തെങ്ങിന്റെ ഒക്കെ പൂവില്ലേ അല്ലെ, പൂങ്കൊല, അതൊക്കെ കൊലയായിട്ടല്ലേ ഇരിക്കുന്നേ. ഈ തെങ്ങിലൊക്കെ നടക്കുന്നത് എന്താ? വിൻഡ് പോളിനേഷൻ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇവര് പോളിനേഷൻ നടത്തുന്നത് ആരാടാ? കാറ്റാണ്. കാറ്റിനെ അട്രാക്ട് ചെയ്യണോ? സ്വീകരിക്കണോ? വേണ്ട. അപ്പൊ അതിന് നല്ല മണം വേണോ? വേണ്ട. കാണാൻ ഭംഗി ലുക്ക് വേണോ? വേണ്ട. ജീവനുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുള്ള പരിപാടിയില്ല ഇതൊക്കെ. നല്ല ഭംഗി ഉണ്ടാവുക, നല്ല സ്പ്രേ അടിക്കുക, നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നത് അല്ലേ. അതുപോലെയാണോ ഈ ജീവനില്ലാത്ത കാറ്റിനെ അട്രാക്ട് ചെയ്യാൻ വല്ല പണിയെടുക്കണോ? ഒരു പണിയും വേണ്ട. മണവും വേണ്ട, കളറും വേണ്ട, പിന്നെന്താ എന്താ തേനും വേണ്ട. ഓക്കെ, അപ്പോൾ ഈ പൂക്കൾ എപ്പോഴും കളർലെസ് ആയിരിക്കും. പിന്നെ ഫ്രാഗ്രൻസ് ഉണ്ടാവില്ല, നെക്ടറും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ വിൻഡും പഠിച്ചു, ഇൻസെക്റ്റും പഠിച്ചു. ഇനി ഒരാളും കൂടി ഉണ്ട്, വാട്ടർ പോളിനേഷൻ. അതും എൻ്റെ മക്കൾ നോക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഏതാ ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. അടുത്തത് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ആൻജിയോസ്പെർം. നമുക്കറിയാലോ ആൻജിയോസ്പെർമിൽ 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഇനി വിച്ച് ആർ ദീസ് ഇവന്റ്സ് ഇൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ? ഏതൊക്കെയാ ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 ഇവന്റുകൾ? ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ 2 ഇവന്റുകൾ? ഒന്നാമത് ശ്രദ്ധിച്ചേടാ, ഞാൻ പറഞ്ഞു 2 മെയിൽ ഗ്യാമേറ്റ്സുകൾ ഉണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ മെയിൽ ഗ്യാമേറ്റ് ആരേറ്റാണ് ഫ്യൂസ് ചെയ്യുക? ആരേറ്റാ ഫ്യൂസ് ചെയ്യുക? നമ്മുടെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ആരുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് ആണ് പിന്നെ എന്തായിട്ട് മാറുക? എംബ്രിയോ ആയിട്ട് മാറുക. അപ്പോ ഒരു മെയിൽ ഗ്യാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ? സിംഗമി. അപ്പൊ ഒന്നാമത്തെ ഫ്യൂഷൻ ഏതാണ്? സിംഗമി. ഇനി രണ്ടാമത്തേത് അതർ വൺ മെയിൽ ഗ്യാമേറ്റ് ആരേറ്റാ ഫ്യൂസ് ചെയ്യുന്നത്? ഓർമ്മയുണ്ടോ? പോളാർ ന്യൂക്ലിയൈ. നമ്മുടെ പോളാർ ന്യൂക്ലിയനേറ്റ് ഫ്യൂസ് ചെയ്യും. എന്നിട്ട് ആരാ ഉണ്ടാവുക? ഓർമ്മയുണ്ടോ? പെൻ. ഈ പെന്ന് പിന്നെ എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ മക്കളെ? ഇതാണ് ഈ ഒരു ഫ്യൂഷനെ വിളിക്കുന്ന പേരെന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ. ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ 2 ഫ്യൂഷനുകളാണ് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. ഇവരെ 2 പേരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പഠിച്ചു നോക്കണം കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 സ്റ്റെപ്പുകൾ, സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പഠിച്ചു നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ട്രിപ്ലോയിഡ് ന്യൂക്ലിയസ് ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവുന്നത് ഏതാണ്? ഓക്കേടാ, ഒരു മെയിൽ ഗ്യാമേറ്റും എഗ്ഗും. ഗ്യാമേറ്റുകളുടെ ഒക്കെ പ്ലോയിഡ് എന്താണെന്ന് മിസ് പറഞ്ഞു തന്നിരുന്നേ? എന്താ? ഹാപ്ലോയിഡ് അല്ലേ? അപ്പോ മെയിലിന് ഹാപ്ലോയിഡ്, എഗ്ഗിന് മെയിൽ ഗ്യാമേറ്റിന് എഗ്ഗിനും ഹാപ്ലോയിഡ്. ഇവര് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന സൈഗോട്ട് എത്രയായിരിക്കും? അപ്പോ 12. കാരണം എന്നും ചേർന്നിട്ട് 12 ഉണ്ടാവും. എംബ്രിയോയും എന്തായിരിക്കും? 12 ആയിരിക്കും. ഇവിടുത്തെ കാര്യം നോക്കിയേ, മെയിൽ ഗ്യാമേറ്റ് N ആയിരിക്കും. പക്ഷെ നമ്മുടെ പോളാർ ന്യൂക്ലിയ N ആണോ? അല്ല, 2 ന്യൂക്ലിയസ് ഇല്ലേ? അപ്പൊ അവിടെ എന്താണ്? 2N. ഈ 1N ഉം 2N ഉം കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന പെന്നപ്പ് എത്രയായിരിക്കും? 3N. എൻഡോസ്പേം എന്തായിരിക്കും? 3N. ഇത് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ട്രിപ്ലോയിഡ് ന്യൂക്ലിയ ഏതാണ്? ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവുന്ന സൈഗോട്ട് ആണോ? അല്ല, സൈഗോട്ട് എന്താ? ഡിപ്ലോയിഡ് ആണ്, 2N ആണ്. പിന്നെ 3N ഏതാ? പെൻ, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ ആരും എക്സാമിന് പോകരുത് കേട്ടോ. 3 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ഡിഫറെന്റ് ഫോളോയിങ് ടേംസ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, സിമ്പിൾ സാധനം. എന്താണ് ഓട്ടോഗമി, ജൈഗ്നോഗമി, ക്സിനോഗമി? എന്താ ഓട്ടോഗമി? ഇതെന്താ സാധനം? അതായത് സെയിം ഫ്ലവർ, ഒരേ പൂവിന്റെ ഉള്ളിൽ തന്നെ പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഓട്ടോഗമി. അതിനെ വിളിക്കുന്ന പേരെന്താ? ഓട്ടോഗമി. ഇതാണ് ഒരു പൂവെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്ത് നടക്കുക? പോളിനേഷൻ നടക്കുക. അതിൻ്റെ ഉള്ളിൽ മെയില് നമ്മുടെ സ്റ്റിഗ്മ ഉണ്ടാവും, സ്റ്റേമൻ ഉണ്ടാവും. ഇവർ തമ്മിൽ സെൽഫ് പോളിനേഷൻ നടക്കും. അതിനെയാണ് ഇതെന്ന് പറയാ ഓട്ടോഗമി എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താണ് ജൈഗ്നോഗമി? അതായത് ഇതൊരു പ്ലാന്റ് ആണ്. ഈ പ്ലാന്റില് ഒരു ഫ്ലവർ, ഇവിടെയും ഒരു ഫ്ലവർ ഉണ്ട്. ഇനി ഇവര് തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജൈഗ്നോഗമി. അതായത് ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആയിരിക്കും, പക്ഷെ സെയിം പ്ലാന്റ് ആയിരിക്കും, അല്ലെ? ഒരേ പ്ലാന്റിലെ രണ്ട് പൂക്കൾ തമ്മിലാണ് എന്താ പോളിനേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ജൈഗ്നോഗമി. ഇനി എന്താ ക്സീനോഗമി? ഒന്നുമില്ല, രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്, ഇവര് തമ്മിലായിരിക്കും എന്ത് നടക്കുക? പോളിനേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ക്സീനോഗമി. നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടോഗമി, the pollen grains from the anther of a flower falls to the stigma of the same flower. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. സെയിം ഫ്ലവർ, സെയിം ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ എന്ത് വീഴും? pollen grain വന്ന് വീഴും. ഇനി അടുത്തെന്താ ജൈഗ്നോഗമി? ജൈഗ്നോഗമി, the pollen grains from the anther of the flower falls to the stigma of the anther of the flower, the same plant. Okay, സെയിം പ്ലാന്റിൽ വന്ന് വീഴും. സെയിം പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സ് തമ്മിലായിരിക്കും എന്ത് നടക്കുക? പോളിനേഷൻ നടക്കുക. അടുത്തത് എന്താ? ക്സീനോഗമി. ക്സീനോഗമി എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? എന്താ ക്സീനോഗമി? ഡിഫറെന്റ് പ്ലാന്റ് ആയിരിക്കും, ഡിഫറെന്റ് പ്ലാന്റില് ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിലായിരിക്കും എന്ത് നടക്കുക? പോളിനേഷൻ നടക്കുക. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. ഓട്ടോഗമി എന്ന് വെച്ചാൽ സെയിം ഫ്ലവർ, ജൈഗ്നോഗമി എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഇൻ സെയിം പ്ലാന്റ്, ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഇൻ സെയിം പ്ലാന്റ്. ക്സീനോഗമി എന്താ? ഡിഫറെന്റ് ഫ്ലവർ, ഡിഫറെന്റ് പ്ലാന്റ്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കാതെ പോകരുത്. അടുത്തത് a typical angiosperm embryo sac is 8 nucleated and 7 celled. Okay, name the cells that constitute egg apparatus. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ വരുമെന്ന്, അല്ലേ? വന്നു. Explain monosporic type of embryo sac development. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ആദ്യം ഇവർ പറഞ്ഞിരിക്കുന്നത്? 8 nucleate and 7 celled സ്റ്റേജ്. എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ട്? 8 ന്യൂക്ലിയേറ്റ് 7 സെൽഡ്. അതെങ്ങനെ ശരിയാണെന്ന്? ശരിയല്ലേടാ? 8 ന്യൂക്ലിയസും 7 സെല്ലും അല്ലേ നമ്മുടെ എംബ്രിയോ സാക്കിനുള്ളത്? ഓർമ്മയില്ലേ? എംബ്രിയോ സാക്കിന്റെ ഫിഗർ എടുക്കട്ടെ, ശ്രദ്ധിച്ച്. 1 2 3 4 5 6 സെല്ല് അല്ലേ? 6 സെല്ലാണ് ഇവിടെ ഉള്ളത്. സെന്ററിൽ ഒരു സെല്ല്, സെന്ററിൽ ഒരു സെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടില്ലേ, അല്ലേ? അപ്പൊ 7 സെല്ലുണ്ട്. 1 2 3 4 5 6 7 7 സെല്ലുണ്ട്. പക്ഷെ 7 ന്യൂക്ലിയസ് ഉള്ളോ? അല്ല, ന്യൂക്ലിയസ് എണ്ണിക്കോ. 1 2 3 4 5 6. ഇനി സെൻട്രൽ സെല്ലിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട്. 2 പോളാർ ന്യൂക്ലിയല്ലേ? 7 8. അതുകൊണ്ടാണ് 8 ന്യൂക്ലിയസ് എന്നും 7 സെല്ല് സ്റ്റേജ് എന്നും നമ്മുടെ എംബ്രിയോ സാക്കിനെ പറയുന്നത്. അപ്പൊ 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയറ്റ് സ്ട്രക്ചർ ആണ് നമ്മുടെ എന്ത്? എംബ്രിയോ സാക്ക്. ഇനി എംബ്രിയോ സാക്ക് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ്? അതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്? ആ ഒരു എംബ്രിയോ സാക്ക് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഡെവലപ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ്. എന്താ വിളിക്കുക മക്കളെ? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേടാ. ഇത് നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ ആണ്. നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോറിനുള്ളിൽ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കും. മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ന്യൂക്ലിയസ് എത്രണ്ണായിട്ട് മാറും? 2 എണ്ണായിട്ട് മാറും. ന്യൂക്ലിയസിന് മാത്രം മൈറ്റോസിസ് സംഭവിക്കും, സെല്ലിനല്ല. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് എത്ര എണ്ണായിട്ട് മാറും? 2 എണ്ണായിട്ട് മാറും. തീർന്നില്ല, പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കും. അപ്പൊ ന്യൂക്ലിയസ് എത്ര എണ്ണാകും? 4 എണ്ണാകും. പിന്നെ സംഭവിക്കും. അപ്പൊ എത്ര എണ്ണാകും മക്കളെ? അതിന്റെ ഇരട്ടി പറഞ്ഞേ. എത്രയാ 4ന്റെ ഇരട്ടി? പറ. 8 ന്യൂക്ലിയസ് ആവും. ഓക്കെ, ഇങ്ങനെ 8 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? 3 എണ്ണം മോളിലേക്ക് പോകും. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണല്ലേ? സോറി, 6 എണ്ണല്ല, 8ന്ന് 3 പോയാൽ എത്രയാ മക്കളെ? എത്രയാ? 5. കിടക്കരുത് വരും. 5 എണ്ണം അല്ലെ? ബാക്കി 3 എണ്ണം ഈ ഒരു റീജിയനിലേക്ക് പോകും. അപ്പൊ 6 എണ്ണം പോയി. ഇനി എത്ര ഉണ്ട്? 2 എണ്ണം. ആ 2 എണ്ണം സെന്ററിൽ നിൽക്കും. ഓക്കെ,
എന്താണ്, 3 മുകളിലേക്ക് പോയി 3 താഴേക്ക് പോയി 2 സെന്ററിൽ നിന്നു. ഇപ്പൊ എന്താ 8 ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ, ഒരു സെല്ലും ഉണ്ട്. പക്ഷേ ഇനി എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഓരോ ന്യൂക്ലിയസിന് ചുറ്റും സെൽ വാളുകൾ ഫോം ചെയ്യും. സെന്ററിലുള്ള ഇവന്റെ ചുറ്റിനും മാത്രം എന്ത് ഫോം ചെയ്യില്ല, സെൽ വാള് ഫോം ചെയ്യില്ല. ഇപ്പൊ നോക്കിയടാ, ഇവിടെ 3 സെല്ല്, ഇവിടെ 3 സെല്ല്, 6 സെല്ല്, സെന്ററിൽ ഒരു സെല്ല്, ടോട്ടല് 7 സെല്ല്. ഈ ന്യൂക്ലിയകൾ ഒന്ന് എണ്ണി നോക്കിയേ, 1 2 3 4 5 1 2 3 4 1 2 3 4 5 6. മിനിറ്റ് ടീച്ചറെ, താഴത്തതിൽ ക്ലിക്ക് ചെയ്ത് പോകും. ഓക്കെ, 1 2 3 4 5 6 7 8 ന്യൂക്ലിയസുകൾ ഉണ്ട്, 7 സെല്ലും ഉള്ളൂ. ഇതിനെയല്ലേ നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നു, എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോ സാക്ക് ഈസ് 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് സ്റ്റേജ്. ഓക്കെ അല്ലേ, കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാണ് ഈ എംബ്രിയോ സാക്ക് ഉണ്ടായത് വന്നത്? നമ്മുടെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായി, അതിന്റെ ഉള്ളിലെ ന്യൂക്ലിയസിന് എന്ത് സംഭവിച്ചു, മൈറ്റോസിസ് സംഭവിച്ചു. മൈറ്റോസിസിന്റെ ഫലമായിട്ട് 2 ന്യൂക്ലിയസ് ഉണ്ടായി അല്ലെ. ഡിവിഷൻ സംഭവിക്കുമ്പോൾ എത്ര ന്യൂക്ലിയസ് ഉണ്ടാവും, 2 ഉണ്ടായി. ഈ 2 പിന്നെയും എന്ത് സംഭവിച്ചു, മൈറ്റോസിസ് സംഭവിച്ചു. ഇത് അവർ എത്രണ്ണായി, 4 മാറി. എന്നിട്ടും മൈറ്റോസിസ് നിന്നില്ല, പിന്നെ സംഭവിച്ചു. എന്നിട്ട് 8 മാറി. 8 മൈറ്റോസിസ് നിന്നു. എന്നിട്ട് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തു, 3 മുകളിലേക്കും പോയി, 3 താഴേക്കും പോയി, 2 സെൻട്രലിൽ നിന്നു. അതെ, സെൻട്രലിൽ നിന്നു. ഓക്കെ, 3 ചലാസൽ റീജിയനിലുള്ള ഈ 3 പേരെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ആന്റിപോഡൽസ് എന്ന് വിളിച്ചു. ഇനി ഇവിടെ മൈക്രോപൈലാർ റീജിയനിലുള്ള 3 പേരെയും കൂടി ഒരുമിച്ച് നമ്മൾ വിളിച്ച പേരെന്താ, എഗ് അപ്പാരറ്റസ്. നമ്മൾ ഫിഗറിൽ പഠിച്ചതാണ്. ഓക്കെ, സെന്ററിലുള്ള ആളെ എഗ് എന്ന് വിളിച്ചു, അപ്പുറത്തുള്ള ആൾക്കാരെ നമ്മൾ എന്തെന്ന് വിളിച്ചു, സിനർജിറ്റ്സ് എന്ന് വിളിച്ചു. ഇനി സെന്ററിലുള്ള 2 ന്യൂക്ലിയസുകൾ നമ്മൾ എന്താ വിളിച്ചേ, പോളാർ ന്യൂക്ലിയേ. ഇങ്ങനെയാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഉണ്ടായി വരുന്നത്. മനസ്സിലായോ? അപ്പോ എഗ് അപ്പാരറ്റസിലുള്ള ആൾക്കാർ ആരൊക്കെയാ, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ എഗ്ഗും 2 സിനർജിറ്റ്സും. ഓക്കെ അല്ലേ? ഇതിന്റെ ആൻസർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ മോണോസ്പോറിക് മിസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, അപ്പൊ അത് നോക്കി പഠിക്കാം. ഓക്കെ, സിമ്പിൾ സാധനമാണ്. എന്താണ്, ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോ മൈറ്റോസിസ് ആൻഡ് ഗിവ് 2 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ആൻഡ് അഗൈൻ 4 and 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്. Okay, and rearrange the nucleus. 3 goes to in the one pole and other 3 goes to opposite poles, and 2 remains in the central. Okay, and cell വാളുകൾ ഫോം ചെയ്യും. മൈക്രോപൈലാർ റീജിയനിൽ എഗ് അപ്പാരറ്റസ് ഫോം ചെയ്യും. ചലാസൽ റീജിയനിൽ എന്ത് ഫോം ചെയ്യും, എന്താ ഫോം ചെയ്യുക, ആന്റിപോഡൽസ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, എംബ്രിയോ സാക്ക് ഉണ്ടാവുന്നത്. നോട്ടിലുണ്ട്, എല്ലാവരും നോട്ട് നോക്കി പഠിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അടുത്ത ക്വസ്റ്റ്യൻ, artificial hybridization is one of the major approach for crop improvement program. In such process, it is important to avoid unwanted pollen. Explain how can we protect stigma from unwanted pollen. In the artificial hybridization, നമ്മൾ ക്ലാസ്സിൽ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. എന്താണ്, നമുക്ക് എന്താ നല്ല ക്രോപ്പ് വെറൈറ്റീസിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് പോളിനേഷൻ നടത്തുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ്, എന്താണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, എങ്ങനെയാണ് നടത്തുക നോക്കിയടാ. ഇപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഫ്ലവർ എടുത്തു എന്ന് വിചാരിക്കാം. ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ എന്താ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. അപ്പൊ എനിക്ക് പുതിയൊരു വെറൈറ്റീനെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ പോളിനേഷൻ, ഇവർ തമ്മിൽ പോളിനേഷൻ നടത്തുന്നത് തടയണം അല്ലെ, സെൽഫ് പോളിനേഷൻ തടയണം. എന്നാലേ ഇതിനുള്ളിൽ മിസ്സിന് ഇഷ്ടപ്പെട്ട ഫ്ലവറിന്റെ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ കൊണ്ടുവന്ന് ഇതിന് ഇട്ടിട്ട് പുതിയ വെറൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർ തമ്മിൽ ആദ്യമേ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ മിസ് വിചാരിക്കുന്ന നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്പിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ, ഇല്ല അല്ലെ. മിസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പുതിയ വെറൈറ്റീനെ ഉണ്ടാക്കിയെടുക്കാനാണ് മിസ്സിന്റെ പ്ലാൻ. അപ്പോൾ അതിനെതിരായിട്ട് ഇവന്മാരുടെ പോളൻ ഗ്രെയിൻ തന്നെ ഇതിനുള്ളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ പോളിനേഷൻ നടന്ന് ഇതേ സെയിം പ്ലാന്റ് തന്നെ പിന്നെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മിസ്സിന് പുതിയ പ്ലാന്റിനെ ഉണ്ടാക്കണ്ടേ. അപ്പൊ ആദ്യം തന്നെ മിസ് എന്ത് ചെയ്ത് കളയും, ഇതിൽ നിന്ന് പോളൻ ഗ്രെയിൻ വരുന്നത് നമുക്ക് തടയണം അല്ലെ. തടയാനായിട്ട് മിസ് എന്ത് ചെയ്തു, ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ആന്തറിനെ കട്ട് ചെയ്ത് മാറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ഇമാസ്കുലേഷൻ. എന്താ വിളിക്കുക മക്കളെ, ഇമാസ്കുലേഷൻ. അപ്പോ
ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇമാസ്കുലേഷൻ ആണ്. പോളൻ ഗ്രെയിൻ കറക്റ്റ് ആയിട്ട് എന്താ നമ്മുടെ ഒരേ പൂവിന്റെ ഉള്ളിലുള്ള പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ കറക്റ്റ് ആയിട്ട് വന്ന് വീഴാൻ പാടില്ല. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവിടെ സെൽഫ് പോളിനേഷൻ നടക്കും. അതേ പ്ലാന്റ് തന്നെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. നമുക്ക് വെറൈറ്റിനല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഈ പോളിനേഷൻ നടക്കുന്നത് നമ്മൾ തടയണം. അതിന് മിസ് എന്ത് ചെയ്തു, ആന്തറിനെ കട്ട് ചെയ്തു. ഇതാണ് എന്താ, ഇമാസ്കുലേഷൻ. ഇനി ഇങ്ങനെ ഇമാസ്കുലേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി പുറത്തുനിന്ന് വേറെ വല്ല ബട്ടർഫ്ലൈസോ ബീറ്റിൽസോ ഹണി ബീസോ ബേർഡ്സോ ഒക്കെ വേറെ പോളൻഗ്രെയിൻ സ്റ്റിഗ്മയിൽ വന്ന് കൊണ്ടുവന്നിട്ടാലും മിസ് പെടൂലേ? മിസ് എടുത്തു വെച്ചിരിക്കുന്ന പോളൻഗ്രെയിൻ വേസ്റ്റ് ആവില്ലേ? പുതിയ വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മിസ് എന്ത് ചെയ്തു, ഇവനെ എന്ത് വെച്ച് കവർ ചെയ്തു, ഒരു ബാഗ് വെച്ച് കവർ ചെയ്തു. ഇതിനാ വേറെ പോളൻഗ്രെയിൻസ് വന്ന് വീഴാതിരിക്കാൻ. അതിനെ വിളിക്കുന്ന പേരാണ് ബാഗിങ്. അപ്പൊ അൺവാണ്ടഡ് പോളൻഗ്രെയിൻസ്, നമുക്ക് ആവശ്യമില്ലാത്ത പോളൻഗ്രെയിൻസ് ചെടിയിൽ വന്ന് പൂവിൽ വന്ന് വീഴാതിരിക്കാൻ നമ്മൾ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇമാസ്കുലേഷനും ബാഗിങ്ങും. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആന്തറിനെ കട്ട് ചെയ്ത് മാറ്റി അവന്റെ പോളൻഗ്രെയിൻസ് തന്നെ വന്ന് വീഴാതിരിക്കാൻ. ബാഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്റ്റിഗ്മേനെ ഒരു ബാഗ് ഇട്ട് കവർ ചെയ്ത് വെച്ചു. എന്തിനാ, പുറത്തുനിന്ന് വേറെ പോളൻഗ്രെയിൻ വന്ന് വീഴാതിരിക്കാൻ. ഓക്കെ, എന്നിട്ട് മിസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനാ വെയിറ്റ് ചെയ്തിരുന്നത്, നമ്മുടെ സ്റ്റിഗ്മ മെച്ചുവർ ആവാൻ. ഓക്കെ, പോളിനേഷൻ നടക്കാൻ മെച്ചുവർ ആയെന്ന് നോക്കാം. മെച്ചുവർ ആയി കഴിഞ്ഞപ്പോൾ ബാഗ് ഒക്കെ തുറന്നിട്ട് മിസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോളൻഗ്രെയിൻ ഇല്ലേ, വെറൈറ്റി ആയിട്ടുള്ള പോളൻഗ്രെയിൻ, അതെടുത്ത് മിസ് എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ഡസ്റ്റ് ചെയ്തു. അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അതിനെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. മനസ്സിലായോ? എന്നിട്ട് അങ്ങനെ മിസ് ഇവിടെ കൊണ്ടുവന്ന് ഡസ്റ്റ് ചെയ്തിട്ടു. എന്നിട്ട് പിന്നെയും അതിനിങ്ങനെ തുറന്നു വെക്കാൻ പാടുണ്ടോ? തുറന്നു വെച്ചാൽ കാര്യമില്ല. കാരണം വേറെ ആൾക്കാർ പിന്നെയും പോളൻഗ്രെയിൻ കൊണ്ടുവന്നിട്ടാ പിന്നെയും പ്രശ്നമാവില്ലേ? മിസ് പിന്നെയും അതിനെന്ത് ചെയ്തു വെച്ചു, കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് റീബാഗിങ്. റീബാഗിങ് 4 സ്റ്റെപ്പുകളാണ്. എന്നിട്ട് മിസ് വെയിറ്റ് ചെയ്തു. പോളിനേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നടന്ന് എംബ്രിയോ ഒക്കെ ഡെവലപ്പ് ചെയ്ത് പുതിയ വിത്ത് ഉണ്ടാവാനായിട്ട് മിസ് വെയിറ്റ് ചെയ്തു. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. പുതിയ വെറൈറ്റികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മനുഷ്യന്മാർ സ്വയം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇമാസ്കുലേഷൻ നടത്തി, ആന്തറിനെ കട്ട് ചെയ്തു, അവന്റെ പോളൻഗ്രെയിൻ തന്നെ വന്ന് വീഴാതിരിക്കാൻ. പിന്നെ നമ്മളൊരു കവറിട്ട് മൂടി വെച്ചു. അതിൽ നിന്ന് നമ്മൾ കവറിട്ട് മൂടി വെച്ച് വേറെ പോളൻഗ്രെയിൻ വന്ന് വീഴാതിരിക്കാൻ. എന്നിട്ട് മിസ് വെയിറ്റ് ചെയ്തു. ഇതിനെ വെയിറ്റ് ചെയ്തത് മിസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോളൻഗ്രെയിൻ അതിലിടാൻ. അതിനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വിളിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇനിയും കവർ ചെയ്തു. അതാണ് റീബാഗിങ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ ആരും എന്ത് പോകരുത്, എക്സാമിന് പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോസ്പൊറാഞ്ചിയം ഈസ് സറൗണ്ടഡ് ബൈ 4 wall layers. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ഫിഗർ പഠിച്ചു. നെയിം ദ 4 wall layers. നമുക്ക് നേരെ ആ ഫിഗറിലേക്ക് പോവാം, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദിസ് ലെയർ. എന്താ ഈ ക്വസ്റ്റ്യൻ? മൈക്രോസ്പൊറാഞ്ചിയത്തിനെ കവർ ചെയ്തുകൊണ്ട് 4 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ലെയേഴ്സ്, അവരുടെ ഫങ്ഷൻസ് എന്താണെന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചേടാ എല്ലാവരും. ഏതായിരുന്നു ചോദ്യം, ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം അല്ലെ, നമ്മുടെ ആന്തർ. ഇതിന്റെ ഔട്ടർ ലെയർ ഏതാണ്, എപ്പിഡെർമിസ്. അതിന് തൊട്ടുള്ളില് എൻഡോത്തീഷ്യം, അതിന്റെ ഉള്ളില് മിഡിൽ ലെയർ, അതിന്റെ ഉള്ളില് ടപ്പീറ്റം. അപ്പൊ 4 ലെയേഴ്സ് ഏതൊക്കെയാണ്, എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. എപ്പിഡെർമിസിന്റെ ഫങ്ഷൻ സിമ്പിൾ ആണെടാ. എപ്പിഡെർമിസിന്റെ ഫങ്ഷൻ സിമ്പിൾ ആണ്. എന്താണ് എപ്പിഡെർമിസിന്റെ ഫങ്ഷൻ? പ്രൊട്ടക്ഷൻ ഓഫ് ആന്തർ ആണ് എപ്പിഡെർമിസിന്റെ ഫങ്ഷൻ. എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ആന്തർ. നമ്മുടെ ആന്തറിനെ പ്രൊട്ടക്ട് ചെയ്യലാണ് ആരുടെ ഫങ്ഷൻ, എപ്പിഡെർമിസിന്റെ ഫങ്ഷൻ. അപ്പൊ എപ്പിഡെർമിസ് പ്രൊട്ടക്ഷൻ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട് അല്ലെ, പ്രൊട്ടക്ഷൻ ഓഫ് ആന്തർ. പിന്നെ നമ്മുടെ എൻഡോത്തീഷ്യത്തിന്റെയും മിഡിൽ ലെയറിന്റെയും ഫങ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു എൻഡോത്തീഷ്യത്തിന്റെയും മിഡിൽ ലെയറിന്റെയും ഫങ്ഷൻ, ഓർമ്മയുണ്ടോ? ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് പോളൻ ഗ്രെയിൻ. അതായത് നമ്മുടെ ആന്തറിനുള്ളിലാണ് എന്തിരിക്കുന്നത്, പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്. ഈ ആന്തറിനുള്ളിൽ തന്നെ ഇങ്ങനെ പോളൻ ഗ്രെയിൻ ഇരുന്നാൽ മതിയോ? അല്ല. എന്താണ്, അത് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വന്ന് പോളിനേഷൻ ഒക്കെ നടക്കാനായിട്ട് ഇത് പുറത്തേക്ക് വന്ന് വേറെ സ്റ്റിഗ്മയിൽ വന്ന് വീഴണം, എന്നാലേ പോളിനേഷൻ നടക്കുള്ളൂ. അപ്പോൾ ആന്തറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഈ പോളൻ ഗ്രെയിൻ പുറത്തേക്ക് വരണമെങ്കിൽ ആന്തർ എന്ത് ചെയ്യണം, പൊട്ടണം അല്ലെ. അപ്പൊ ആന്തർ അങ്ങനെ പൊട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഡെഹിസൻസ്. എന്താ വിളിക്കുക മക്കളെ, ഡെഹിസൻസ്. ആന്തർ അങ്ങനെ പൊട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 വാളുകൾ ഏതൊക്കെയാണ്, എൻഡോത്തീഷ്യവും മിഡിൽ ലെയറും. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്താ, ഡെഹിസൻസ് ഓഫ് ആന്തർ.
to release pollen grain. Dehiscence of anger to release pollen grain. Last one, tapetum. എന്താ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ അറിയോ? ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ ഒന്നുമില്ല, നമ്മുടെ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്താണ്? നറിഷസ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? ടപ്പീറ്റത്തിന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ലെയേഴ്സിന്റെയും ഫംഗ്ഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താണ്? ബനാന ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. വാട്ട് ആർ ദ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? എന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്? എന്താ? ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എല്ലാവർക്കും അറിയാലോ. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയാം. അപ്പൊ എഴുതാലോ, ഫ്രൂട്ട്സ് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. എക്സാമ്പിൾ ബനാന കേട്ടോ. ചിലപ്പോൾ എക്സാമിന് എക്സാമ്പിൾ ചോദിക്കും, ബനാന എന്ന് എഴുതണം കേട്ടോ. അടുത്തത്, ഹൗ പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ്. ഞാൻ നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. 2 ഹോർമോൺസ് ഏതൊക്കെയാണ്? ഓക്സിൻ ആൻഡ് ഗിബ്രലിൻസ്. അതായത് ഓക്സിനും ഗിബ്രലിൻ എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ തന്നെ ഫ്രൂട്ട്സുകളെ ഉണ്ടാക്കിയെടുക്കാം. മനസ്സിലായോ? അപ്പൊ പാർത്തനോകാർപ്പി നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്സിനും ഗിബ്രലിനും കൊടുത്താൽ മതി. നമുക്കപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ എന്തിനെ കിട്ടും? ഫ്രൂട്ട്സിനെ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ പാർത്തനോകാർപ്പി എന്താന്ന് പഠിച്ചു അല്ലേ? എന്താണ്? ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയാ. എക്സാമ്പിൾ ബനാന. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിനും ഗിബ്രലിൻസും കൊടുത്താൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കാതെ പോകരുത്. അടുത്തത്, fusion of polar nuclei with the male gamete in double fertilization results in the formation of endosperm. ശരിയാണല്ലോ. എന്താണ്? നമ്മുടെ മെയിൽ ഗാമേറ്റും പോളാർ ന്യൂക്ലിയും കൂടെ ഫ്യൂസ് ചെയ്ത് പെണ്ണുണ്ടാവും. ഈ പെണ്ണാണ് പിന്നെ എന്തായിട്ട് മാറുക? എൻഡോസ്പെർം ആയിട്ട് മാറാം. Write down the functions of endosperm. എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ എന്താ? ഗ്രൂപ്പല്ല, ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താ? ഡെവലപ്പിംഗ് എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ. അപ്പൊ എന്താ? nourishes the developing embryo. Nourishes the developing embryo. വളർന്നുകൊണ്ടിരിക്കുന്ന എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ കോക്കനട്ട് എടുത്തു കഴിഞ്ഞാൽ കോക്കനട്ടിലെ വാട്ടറും ആ വൈറ്റ് കേണലും നമ്മൾ മോരുകറി ഉണ്ടാക്കാനും പായസം ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങയുടെ പോർഷനും അതിനുള്ളിലുള്ള വെള്ളമൊക്കെ എന്താണ്? എൻഡോസ്പെർമാണ്. ഓക്കെ, അതിനുള്ളിലുള്ള നമ്മുടെ പൊങ്ങില്ലേ, നമ്മുടെ പൊങ്ങ് നമ്മൾ കഴിക്കുന്ന, അതാണ് അതിന്റെ എന്ത്? എംബ്രിയോ. ഈ എംബ്രിയോ വളരാൻ ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് കൊടുക്കലാണ് ഈ വൈറ്റ് പാർട്ടിന്റെ ഒക്കെ ഉദ്ദേശം. പക്ഷെ നമ്മൾ അതെടുത്തിട്ട് കറിയിലിടും അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പൊങ്ങ് വളരെ കൂടുതലുള്ള തേങ്ങകളില് ഈ വൈറ്റ് പാർട്ടും വെള്ളമൊക്കെ കുറവായിരിക്കും. കാരണം എന്താ? ഈ പൊങ്ങാണ് അതിന്റെ എംബ്രിയോ. ഈ പൊങ്ങ് വളരുന്നതിനനുസരിച്ച് ആ വൈറ്റ് പോർഷൻ അവൻ എന്ത് ചെയ്ത് കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എംബ്രിയോ വളരുന്നതിനനുസരിച്ചിട്ട് എൻഡോസ്പെർം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ എൻഡോസ്പെർമിന്റെ ഫംഗ്ഷൻ എന്താണ്? എംബ്രിയോക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുക. ഓക്കെ, അടുത്തത്, റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ദ എൻഡോസ്പെർം ഡെവലപ്മെന്റ് ഇൻ കോക്കനട്ട്. കോക്കനട്ടിന്റെ എൻഡോസ്പെർം ഡെവലപ്മെന്റിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട്ബുക്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ എൻഡോസ്പെർം എങ്ങനെയാ നമ്മുടെ കോക്കനട്ടിൽ ഉണ്ടായിരുന്നത്? ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം തന്നെ നമ്മുടെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആവും അല്ലെ? ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം പിന്നെന്തായിട്ട് മാറും? സെല്ലുലാർ എൻഡോസ്പെർം ആയിട്ട് മാറും അല്ലെ? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആണ് നമ്മുടെ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ? എന്നിട്ട് ഈ കോക്കനട്ട് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിന് ചുറ്റും എന്ത് സംഭവിക്കും? സെൽവാളുകൾ ഫോം ചെയ്തിട്ട് സെല്ലുലാർ എൻഡോസ്പെർം ആയിട്ട് മാറും അല്ലെ? ഈ സെല്ലുലാർ എൻഡോസ്പെർം ആണ് എന്ത്? നമ്മുടെ വൈറ്റ് പോർഷൻ, വൈറ്റ് കേണൽ. ഓക്കെ, ആ സെല്ലുലാർ എൻഡോസ്പെർമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എൻഡോസ്പെർം എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ, മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? അപ്പൊ എന്താണ് നമ്മുടെ പെണ്ണെന്ന് പറയുന്ന ആള് അല്ലെ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കുമ്പോൾ ന്യൂക്ലിയർ എൻഡോസ്പെർം ഉണ്ടാവും. ഈ ന്യൂക്ലിയർ എൻഡോസ്പെർമിന് ചുറ്റും പിന്നെ എന്ത് ഫോം ചെയ്യും? സെൽവാളുകൾ ഫോം ചെയ്യും. എന്നിട്ട് അവൻ എന്തായിട്ട് മാറും? സെല്ലുലാർ എൻഡോസ്പെർം ആയിട്ട് മാറും. ഈ സെല്ലുലാർ എൻഡോസ്പെർം ആണ് എന്ത്? എൻഡോസ്പെർം. ഓക്കെ, അടുത്തത്, റൈറ്റ്
ഓക്കെ. ഇനി കോക്കനട്ടിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അതിലെ ന്യൂക്ലിയർ എൻഡോസ്പേം നമ്മൾ കുടിക്കുന്ന വാട്ടർ അല്ലെ, കോക്കനട്ടിന്റെ വാട്ടർ. അതേ സ്ഥാനത്ത് സെല്ലുലാർ എൻഡോസ്പേം എന്താ, ആ വൈറ്റ് പോർഷൻ, നമ്മൾ കരിക്കൊക്കെ എടുക്കുന്ന വൈറ്റ് പോർഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതായത് ഇപ്പൊ കരിക്കില്, നമ്മുടെ കരിക്ക് ടെൻഡർ കോക്കനട്ടില് നമ്മുടെ കരിക്കില് വെള്ളമായിരിക്കും കൂടുതൽ, അതായത് ന്യൂക്ലിയർ എൻഡോസ്പേം ആയിരിക്കും കൂടുതൽ, ആ വൈറ്റ് പോർഷൻ കുറവായിരിക്കും. അതേ സ്ഥാനത്ത് കരിക്ക് മൂത്ത് തേങ്ങയായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കും, പക്ഷെ വൈറ്റ് പോർഷൻ കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാ? അതായത് ഈ വെള്ളത്തിന് ചുറ്റും, വെള്ളം ന്യൂക്ലിയർ എൻഡോസ്പേം അല്ലേ, ഈ വെള്ളത്തിന് ചുറ്റും സെൽവാളുകൾ ഫോം ചെയ്തിട്ടാണ് ആരുണ്ടാവുന്നത്, നമ്മുടെ സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാവുന്നത്, ആ വൈറ്റ് പോർഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കും, എന്നിട്ടാണ് വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ ശരിക്കും ആ വൈറ്റ് പോർഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ വെള്ളം കുറഞ്ഞാലേ അവിടെ എന്തുണ്ടാവുള്ളൂ, തേങ്ങ ഉണ്ടായിക്കൊണ്ടേയിരിക്കുള്ളൂ, ആ വൈറ്റ് പോർഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ കോക്കനട്ടിന്റെ കാര്യം പറയണമെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ പ്രൈമറി എൻഡോസ്പേമിൽ ആദ്യം എന്ത് സംഭവിക്കും, പ്രീ ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിക്കും. പ്രീ ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിച്ചിട്ട് ഒരുപാട് ന്യൂക്ലിയസുകൾ ഫോം ചെയ്യും. ഓക്കെ, അങ്ങനെ ന്യൂക്ലിയർ എൻഡോസ്പേം ഉണ്ടാവും. എന്നിട്ട് ഈ ന്യൂക്ലിയർ എൻഡോസ്പേമിന് ചുറ്റും എന്ത് ഫോം ചെയ്യും, സെൽ വാളുകൾ ഫോം ചെയ്യും. എന്നിട്ട് അവൻ എന്തായിട്ട് മാറും, സെല്ലുലാർ എൻഡോസ്പേം ആയിട്ട് മാറും. ഈ സെല്ലുലാർ എൻഡോസ്പേം ആണ് ശരിക്കും എന്ത്, എൻഡോസ്പേം. ഓക്കെ, ഇങ്ങനെയാണ് കോക്കനട്ടിൽ ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ് നമ്മൾ കുടിക്കുന്ന കോക്കനട്ട് വാട്ടർ. സെല്ലുലാർ എൻഡോസ്പേം ആണ് അതിന്റെ വൈറ്റ് പോർഷൻ. ഓക്കെ അല്ലേ, നോക്കിയുണ്ട്, കറക്റ്റ് ആയിട്ട് ഇത് പഠിച്ചു വെക്കണം കേട്ടോ, എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കോൾഡ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോകും. അതായത് ഞാനിപ്പോൾ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്തപ്പോഴും ഞാൻ കണ്ടൊരു കാര്യമാണ്, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ടും ഫോർമേഷൻ ഓഫ് സീഡും നിങ്ങൾക്ക് മാറിപ്പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ പഠിച്ചു പോവാ, ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വേറെ, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വേറെ, രണ്ടും രണ്ടാണ്. അപ്പൊ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞേ, പാർത്തനോകാർപ്പി. അതായത് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ, പാർത്തനോകാർപ്പി. പക്ഷേ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരെന്താ, വളരെ ഇമ്പോർട്ടന്റ്, അപ്പോമിക്സിസ്. സീഡാണ് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉണ്ടാവുന്നതെങ്കിൽ അത് അപ്പോമിക്സിസും, ഫ്രൂട്ടാണ് ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഉണ്ടാവുന്നതെങ്കിൽ അത് എന്താ പാർത്തനോകാർപ്പി. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ, അപ്പോമിക്സിസ്. കണ്ടോ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പാർത്തനോകാർപ്പി ഉണ്ട് അവിടെ. അപ്പൊ പാർത്തനോകാർപ്പി എഴുതരുത്. ഇവിടെ ഫ്രൂട്ട് ആയിരുന്നെങ്കിൽ എന്തെഴുതാം, പാർത്തനോകാർപ്പി എഴുതാം. സീഡ് ആണെങ്കിൽ എന്താണ്, അപ്പോമിക്സിസ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാച്ച് ദ ഐറ്റംസ് ഇൻ ഗിവൺ കോളം എ ആൻഡ് ബി കറക്റ്റ്ലി. സിമ്പിൾ ആണ്. ആദ്യം തന്നെ ഫ്ലഷ്ലി ട്രൂ ഫ്രൂട്ട്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, ഡ്രൈ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട്. ഇത് ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. 3 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്, ഫാൾസ് ഫ്രൂട്ട് സത്യപ്പഴം, ട്രൂ ഫ്രൂട്ട് സത്യപ്പഴം, ഫാൾസ് ഫ്രൂട്ട് കള്ളപ്പഴം, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് അല്ലേ, നമ്മൾ അങ്ങനെ വിവരിച്ചത്. അപ്പൊ ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ഓവറി, ഓവറിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ ട്രൂ ഫ്രൂട്ട്. സത്യപ്പഴം, അവൻ സത്യനാണ്, അവൻ സത്യമായിട്ടേ ചെയ്യുള്ളൂ കാര്യങ്ങൾ, കറക്റ്റ് ഓവറിൽ നിന്ന് തന്നെ ഉണ്ടായി. ഇനി ഫ്രൂട്ട്സ് ഡെവലപ്ഡ് ഫ്രം അതർ ദാൻ ഓവറി, ഓവറിൽ നിന്നല്ല വേറെ ഭാഗത്തു നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നെങ്കിൽ അവൻ കള്ളത്തരം കാണിച്ചു അല്ലേ, അതിനെയാണ് ഇതെന്ന് പറയാം, ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയാം. ഇനി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് ഫ്രൂട്ട് ഉണ്ടാവുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി എല്ലാവരും ടേബിളിലേക്ക് നോക്കിയേ. ഫസ്റ്റ് ട്രൂ ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ഏതാ, മാംഗോ, നമ്മൾ പഠിച്ചതല്ലേ. അടുത്തത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, ഏതാ, ബനാന. അടുത്തത് ഫാൾസ് ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട് ഞാൻ പറഞ്ഞു, ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ എന്താണ്, ഫാൾസ് ഫ്രൂട്ട് ആണ്. തലാമസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഫാൾസ് ഫ്രൂട്ട് ഏതാ, ആപ്പിൾ, കാഷ്യൂ, ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ എന്താ, ഫാൾസ് ഫ്രൂട്ടാ. ഓക്കെ, അവിടെ ഓവറി അല്ലാട്ട് ഡെവലപ്പ് ചെയ്യാം. ഫാൾസ് ഫ്രൂട്ടിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഏതാ, ഡ്രൈ ഫ്രൂട്ട്. ഡ്രൈ ഫ്രൂട്ട് ഏതാ, നമ്മുടെ മസ്റ്റാർഡ്, അറിയാലോ, കിട്ടിയാലോ, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് ഇൻ ഹൈബ്രിഡ് സീഡ് ഇൻഡസ്ട്രി? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഇത് ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ, നമ്മുടെ നോട്ടിലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതായത് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മിസ് പറഞ്ഞേ,
ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ എന്തുണ്ടാവുക, സീഡ് ഉണ്ടാവുക. അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാലല്ലേ, അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ എന്തുണ്ടാവുകയാണ്, സീഡ് ഉണ്ടാവുകയാണ്. അതിനെ വിളിക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി സീഡ് ഉണ്ടാവുകയാണ്. അതിനെയാണ് നമ്മൾ അപ്പോമിക്സിസ് എന്ന് വിളിച്ചത്. ഇതെങ്ങനെയാണ് നമ്മുടെ സീഡ് ഇൻഡസ്ട്രി, അതായത് ഹൈബ്രിഡ് ഇൻഡസ്ട്രീനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, അതായത് നമ്മളൊരു നല്ല ഇനം വിള, അതായത് നല്ലൊരു വിള തരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഇനം വിളയെടുത്തു, നല്ലൊരു വെറൈറ്റി ഒരു ക്രോപ്പ് പ്ലാന്റ് എടുത്തു. എന്നിട്ട് അതിന്റെ വിത്ത് കൊണ്ട് നമ്മൾ ഇട്ടു, കൾട്ടിവേഷൻ ഒക്കെ നടത്തി, നമുക്ക് എന്ത് കിട്ടി, നല്ലൊരു പ്രൊഡക്റ്റ് ഈൽഡ് കിട്ടി, നല്ല വിളവൊക്കെ കിട്ടി. നമ്മൾ അതിൽ നിന്ന് എടുത്ത സീഡ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു, അടുത്ത വർഷത്തിന് എന്തിനു വേണ്ടിയിട്ട്, വിളവെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആ സീഡ് എടുത്തിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്തു, വിതച്ചിട്ട് പിന്നെ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നം എന്താണ് സെഗ്രിഗേഷൻ നടക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യത്തിൽ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റ് പാരന്റ്സിന്റെ അതേ മുഖമാണോ കുട്ടികൾക്ക് ഉണ്ടാവുക? അല്ല, അവിടെ എന്ത് നടന്നു, ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്തു, മിക്സഡാ കിട്ടുക നമുക്ക്, അല്ലെ? ചിലപ്പോൾ അവരുടെ അതേ ക്യാരക്ടർ ഒന്നും കിട്ടില്ല, വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിപ്പോവും. അപ്പൊ സെയിം കാര്യം തന്നെ എവിടെയും വരും, പ്ലാന്റ്സിലും വരും. മനസ്സിലായോ? സെയിം കാര്യങ്ങൾ തന്നെ പ്ലാന്റ്സിലും വരും. അതായത് നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം സംഭവിക്കും, സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് സംഭവിക്കും. നമ്മൾ വിചാരിക്കുന്ന ക്യാരക്ടർ തന്നെ നമ്മുടെ ചെടിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നം. നമ്മൾ വിചാരിക്കുന്ന അതേ ക്യാരക്ടർ തന്നെ കിട്ടണമെങ്കിൽ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതേസമയം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യ ക്യാരക്ടർ തന്നെ കിട്ടും, അല്ലെ? കാരണം അവിടെ ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ സീഡുകൾ എല്ലാ വർഷവും വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമേഴ്സിനെ കൊണ്ട് അത് താങ്ങാൻ പറ്റില്ല, ഭയങ്കര പൈസയായിരിക്കും ഈ സീഡുകൾക്ക്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയോ മക്കളെ? ശ്രദ്ധിച്ച എല്ലാവരും. Due to sexual reproduction in plants, the characters are being segregated in offsprings. അതായത് ഇപ്പൊ നമ്മളൊരു നല്ല വെറൈറ്റി പ്ലാന്റിനെ എടുത്തു, ഹൈബ്രിഡ് വെറൈറ്റിനെ എടുത്തു, എന്നിട്ട് അത് പോളിനേഷന് വിധേയമായി സെക്ഷൽ റീപ്രൊഡക്ഷന് വിധേയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് എന്താവും, സെഗ്രിഗേറ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കുന്ന അതേ ക്യാരക്ടേഴ്സ് തന്നെ സംഭവിക്കണമെന്നില്ല, ചിലപ്പോൾ മിക്സഡ് ആയി പോകും. നമുക്ക് ആവശ്യപ്പെട്ട ക്യാരക്ടർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, പോളിനേഷൻ നടത്തുന്ന രണ്ട് പ്ലാന്റുകളുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തായി പോകും, മിക്സ് ആയി പോകും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈൽഡോ പ്രൊഡക്റ്റോ നമുക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ in order to obtain maximum yield, നമുക്ക് നല്ല വിളവ് കിട്ടാൻ വേണ്ടി buying of hybrid varieties each time is much expensive for farmers. അതായത് കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവെടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഹൈബ്രിഡ് വെറൈറ്റീസിനെ വാങ്ങിക്കും, അല്ലെ? നല്ല വിളവെടുപ്പ് കിട്ടും. ഇതെല്ലാ വർഷവും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അവരെ കൊണ്ട് താങ്ങില്ല. ഓക്കെ, അപ്പോൾ അവർ കണ്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കൺവേർട്ടഡ് ഹൈബ്രിഡ് ഇൻ ടു അപ്പോമിക്സിസ്. ഈ ഹൈബ്രിഡ് വെറൈറ്റിനെ അവർ എന്താക്കുക, അവര് അപ്പോമിക്സിസിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താതെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്ന ആൾക്കാരാണല്ലോ നമ്മുടെ അപ്പോമിക്സിസ്, അല്ലെ? അവിടെ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ഒന്നും നടന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് കിട്ടി, സീഡ് കിട്ടി. അങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റീസിനെ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന അതേ ആളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അപ്പോമിക്സിസിന്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ബൈ കൺവേർട്ടിംഗ് ഹൈബ്രിഡ് സീഡ് ടു അപ്പോമിക്സിസ് ദർ ഈസ് നോ സെഗ്രിഗേഷൻ. അവിടെ എന്തുണ്ടാവില്ല, സെഗ്രിഗേഷൻ ഉണ്ടാവില്ല, ക്യാരക്ടേഴ്സ് മാറിപ്പോവില്ല. നമ്മൾ വിചാരിക്കുന്ന അതേ ക്യാരക്ടർ നമുക്ക് കിട്ടും. കാരണം എന്താ, അപ്പോമിക്സിസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, മെയിലും ഫീമെയിൽ ഗ്യാമേറ്റുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നില്ല. അങ്ങനെ നടന്നില്ലെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ ക്യാരക്ടേഴ്സ് മാറിപ്പോവോ, സെഗ്രിഗേഷൻ നടക്കുമോ? ഇല്ല. നമ്മൾ വിചാരിക്കുന്ന അതേ ആളെ തന്നെ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ അപ്പോമിക്സിസ് ഉപയോഗിച്ചുള്ള ഗുണം ബൈ കൺവേർട്ടഡ് ഹൈബ്രിഡ്സ് ഇൻടു അപ്പോമിക്സിസ് ദർ ഈസ് നോ സെഗ്രിഗേഷൻ. ഒന്നാമത്തെ പോയിന്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ പ്രൊജനി, therefore farmers can use seed of apomix. ഓക്കെ, അപ്പോൾ അപ്പോമിക്സിസിന്റെ ബലമായിട്ടുണ്ടാവുന്ന സീഡുകൾ ആർക്ക് ഉപയോഗിക്കാം, ഫാമേഴ്സിന് ഉപയോഗിക്കാം. അപ്പൊ ക്യാരക്ടേഴ്സ് എന്തായി പോവില്ല, സെഗ്രിഗേറ്റ് ചെയ്ത് പോവില്ല. അപ്പോമിക്സിസ് വഴി ഉണ്ടാവുന്ന സീഡുകളെ വിളിക്കുന്ന പേരാണ് അപ്പോമിക്റ്റ്. ഓക്കെ, അപ്പോമിക്സിസ് വഴി ഉണ്ടാവുന്ന സീഡുകളെ വിളിക്കുന്ന പേരാണ് എന്താ, അപ്പോമിക്റ്റ്. ഓക്കെ, എന്നിട്ട് പിന്നെന്താ, ബൈ യൂസിങ് അപ്പോമിക്റ്റ് സീഡ് ദേ ക്യാൻ ഓൾസോ ഡിക്രീസ് എക്സ്പെൻസ്. പൈസയും കുറവ് മതി.
അവർക്ക് അവരുടെ ചെലവും കുറയ്ക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് ചെടികൾ ഉണ്ടാവുന്നതെങ്കിൽ അവിടെ സെഗ്രിഗേഷൻ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഹൈബ്രിഡ് വെറൈറ്റിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നു, അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട്, പിന്നെ ഇത് എല്ലാ വർഷവും പുതിയ പുതിയ ഹൈബ്രിഡിന്റെ സീഡുകൾ വാങ്ങിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആണ്. അപ്പൊ അവർക്കത് താങ്ങാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യുക? ഈ ഹൈബ്രിഡ് വെറൈറ്റീസിന്റെ അപ്പോ മിക്സസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താതെ തന്നെ എന്തുണ്ടാവും? സീഡ് ഉണ്ടാവും അല്ലെ? അപ്പൊ ക്യാരക്ടേഴ്സ് എന്താവില്ല? സെഗ്രിഗേറ്റഡ് ആവില്ല, കറക്റ്റ് ആളെ തന്നെ കിട്ടും. അതുപോലെ തന്നെ എന്താ വേറൊരു കാര്യം, ഇത്രയും എക്സ്പെൻസും ഇല്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ മകളെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. എന്താണ്? Camelina plant produces two type of flowers labeled as A and B given below. Identify and differentiate the type of. പേര് കേട്ട ആരും ടെൻഷൻ ആവണ്ട. കമലീന പ്ലാന്റ് രണ്ട് ടൈപ്പ് ചെടി ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ആ ഫ്ലവേഴ്സ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എടാ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ഫ്ലവേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? വയോള, ഓക്സാലിസ്, പിന്നെ നമ്മുടെ കമലീന. ഓക്കെ, ഈ 3 പ്ലാന്റുകൾക്കും 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ പറ്റി പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ്? സ്റ്റേമനും സ്റ്റിഗ്മയും തുറന്ന് വെൽ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പും സ്റ്റേമനും സ്റ്റിഗ്മയും ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന വേറൊരു ടൈപ്പും അല്ലെ? 2 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി സ്റ്റേമനും സ്റ്റിഗ്മയും തുറന്നിരിക്കുന്ന ആൾക്കാരെ വിളിച്ച പേരെന്താ? ചെസ്മോഗ്യാമസ് അല്ലെ? അതേസമയം സ്റ്റേമനും സ്റ്റിഗ്മയും ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ വിളിച്ച പേരെന്താണ്? എന്താണ്? ക്ലൈസ്റ്റോഗ്യാമസ്. ഇപ്പൊ 2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഫിഗേഴ്സിൽ ഒന്ന് ശ്രദ്ധിച്ച് ഫിഗർ ഒന്ന് നോക്കിയേ. ഇവിടെ കണ്ടോ? തുറന്നിരിക്കുന്ന ഒരു പൂവ് കണ്ടോ? ഇവിടെ നോക്കിയേ, ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന പൂവ്. അതായത് ഈ ചെടിയിൽ തന്നെ അവർ 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തുറന്നിരിക്കുന്ന സ്റ്റേമനും സ്റ്റിഗ്മയും തുറന്നിരിക്കുന്ന ഈ പൂവിനെ വിളിക്കുന്ന പേരെന്താ? ചെസ്മോഗ്യാമസ്. ഇനി അടിയിലേക്ക് നോക്കി കണ്ടോ? ഇങ്ങനെ കൂമ്പിരിക്കുക. അവിടെ എന്താ? സ്റ്റേമനും സ്റ്റിഗ്മയും തുറന്നല്ല, ക്ലോസ്ഡ് ആയിട്ടായിരിക്കുന്നത്. അപ്പൊ ക്ലോസ്ഡ് പഠിക്കാൻ ക്ലൈസ്റ്റോ, അങ്ങനെ വിളിച്ചാൽ ക്ലൈസ്റ്റോഗ്യാമസ്. ഓക്കെ അല്ലേ? അപ്പൊ പേര് കേട്ട ആരും ടെൻഷൻ ആവണ്ട. ഈ 3 പ്ലാന്റുകളും 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റേമനും സ്റ്റിഗ്മയും എക്സ്പോസ്ഡ് ആണെങ്കിൽ ചെസ്മോഗ്യാമസും, സ്റ്റേമനും സ്റ്റിഗ്മയും ക്ലോസ്ഡ് ആണെങ്കിൽ ഏതാ? ക്ലൈസ്റ്റോഗ്യാമസ്. വ്യത്യാസം എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ്? Name a genetic mechanism which prevent self-pollen from the fertilizing ovule by inhibiting the pollen germination. എന്താണ്? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഈ സാധനം? നമ്മൾ പഠിച്ചതാ, കുറച്ചു നേരത്തെ നമ്മൾ പഠിച്ചതാ. എന്താണ്? അതായത് സെൽഫ് പോളനെ, സ്വന്തം പോളനെ തന്നെ എതിർക്കാൻ, ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളൻ ട്യൂബിനെ ജെർമിനേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. സ്വന്തം പോളൻ വളരുന്നത് തടയാൻ വേണ്ടി പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിൽ നമ്മൾ 4 പഠിച്ചു അല്ലെ? സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാനുള്ള 4 എന്താ? ആന്തറും സ്റ്റിഗ്മയും ഡിഫറെന്റ് പൊസിഷനിൽ അറേഞ്ച് ചെയ്യുക. പിന്നെ പഠിച്ചത് എന്താ? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി പഠിച്ചു, ഓർമ്മയുണ്ടോ? അപ്പൊ ഇത് ഏതാ? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താണ് മക്കളെ? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താ? സ്വന്തം പോളെങ്കിലും തന്നെ, സെൽഫ് പോളൻ തന്നെ വന്ന് വീണ് കഴിഞ്ഞാൽ പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് എന്താ പറയാ? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ മക്കൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആരും ഒരു ക്വസ്റ്റ്യനും എന്ത് ചെയ്യരുത്? സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ഡയഗ്രാംസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഡയഗ്രാംസ് ഒക്കെ ഓക്കെ അല്ലേ? ഇപ്പൊ മിസ് ഡിസ്കസ് ചെയ്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കാതെ ആരും എന്തിനു പോകരുത്? എക്സാമിന് പോകരുത് കേട്ടോ. മസ്റ്റ് ആയിട്ട് വീഡിയോ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. വീഡിയോ കാണുക, നിങ്ങളുടെ നോട്ട് അടുത്ത് വെക്കുക, കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനോട് വന്ന് ചോദിക്കുക. ഒരു ക്വസ്റ്റ്യനും ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.